I will start with a very simple definition of stress. What is stress? So stress is the response of our mind and body to a real or imagined threat. അപ്പോൾ ഇതിൽ ഈ ഡെഫിനിഷനിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒന്ന്, ഫസ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ റെസ്പോൺസ് ഓഫ് അവർ മൈൻഡ് ആൻഡ് ബോഡി. അപ്പോൾ സ്ട്രെസ് കാരണം നമ്മുടെ മൈൻഡിലും ബോഡിയിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് if we can work on the body aspect of the stress, we can control the mental aspect of stress also. അതൊന്ന്. രണ്ടാമത്തത്, there is no need of a real threat for stress. Stress can be in our mind. നമ്മൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന സ്ട്രെസ്ഫുൾ ഇവൻസും നമുക്ക് ത്രെറ്റ്സും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാൻഡമിക്കിൽ നമ്മൾ ഈ ഫേക്ക് ന്യൂസ് ഒക്കെ വായിച്ചിട്ടുള്ള, പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന ഫേക്ക് ന്യൂസ് വായിച്ചിട്ട് അതിനോട് അനുബന്ധിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കോൺസിക്വൻസസ് ഒക്കെ ഇമാജിൻഡ് ത്രെറ്റ് ആണ്. അപ്പൊ അതും നമുക്കൊരു സ്ട്രെസ് ആണ്. ഓക്കെ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സ്ട്രെസ് ഡ്യൂറിങ് ദി പാൻഡമിക്? അൺസർട്ടനിറ്റി. ഇപ്പൊ വി ഡോണ്ട് നോ വെൻ ദ പാൻഡമിക് വിൽ എൻഡ്, വി ഡോണ്ട് നോ വെൻ എ മെഡിസിൻ വിൽ ബി അവൈലബിൾ, വി ഡോണ്ട് നോ വാക്സിൻ എപ്പോൾ അവൈലബിൾ ആവും, ഇഫ് എ വാക്സിൻ ഇസ് അവൈലബിൾ, വെൻ ഇറ്റ് വിൽ ബി സഫീഷ്യന്റ്ലി അവൈലബിൾ ടു ഓൾ ദ പോപ്പുലേഷൻ. അപ്പൊ ഈ ഒരു അൺസർട്ടനിറ്റി ഒരു വലിയൊരു സ്ട്രെസ്സിനുള്ളൊരു കാരണമാണ്. പിന്നെ ലാക്ക് ഓഫ് റുട്ടീൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഗോ ടു ദ പ്രീ പാൻഡമിക് റുട്ടീൻ, നിങ്ങൾക്കൊക്കെ റുട്ടീൻ ഉണ്ടായിരുന്നു. നിങ്ങൾ രാവിലെ എണീക്കും, മോർണിംഗ് ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകും, ഓഫീസിൽ ജോലി ചെയ്യും, അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരും, കുട്ടികളുടെ കൂടെ കളിക്കും, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇപ്പൊ അതൊന്നുമില്ല. ദർ ഇസ് എ ടോട്ടൽ ലാക്ക് ഓഫ് റുട്ടീൻ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വർക്കിംഗ് അറ്റ് ഹോം. അപ്പോൾ ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ നൗ ബിറ്റ്വീൻ വർക്ക് ആൻഡ് ഹോം ഓൾസോ. അപ്പോൾ എല്ലാം ഒരു എന്താ പറയുക, ദർ ഇസ് നോ ലാക്ക് ഓഫ് പ്രോപ്പർ റുട്ടീൻ. നിങ്ങൾക്ക് അവർക്കും എക്സസൈസിനൊന്നും പോകാനും പറ്റുന്നില്ല. അപ്പൊ ആ റുട്ടീൻസ് ഒക്കെ ഡിസ്റപ്റ്റഡ് ആയി. ദാറ്റ് ഇസ് എ significant source of stress. പിന്നെ യു ആർ ഓൾ വറീഡ് വെദർ യു വിൽ എൻ്റർ ക്വാറന്റൈൻ. ഇപ്പൊ ഞാൻ പുറത്തു പോയി രണ്ടുപേരോട് സംസാരിച്ചാൽ ഞാൻ പ്രൈമറി കോൺടാക്ട് ആവുമോ, ഞാൻ സെക്കൻഡറി കോൺടാക്ട് ആവുമോ, അത് കാരണം ഞാൻ ക്വാറന്റൈനിൽ വരേണ്ടി വരുമോ, ഞാൻ പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്ന കാരണം എന്റെ ഫാമിലി മെമ്പേഴ്സിന് കോവിഡ് വരുമോ, അപ്പോൾ വാട്ട് പ്രിക്കോഷൻ ഐ ഷുഡ് ടേക്ക്. അപ്പൊ ഇതൊക്കെ ഒരു ഇഫ് ഐ ഗോ ഇൻ ടു ക്വാറന്റൈൻ, ആ സമയത്ത് എനിക്ക് കമ്പനി ശമ്പളം തരുമോ, ആ സമയത്ത് വാട്ട് വിൽ ബി മൈ ലീവ്, അതിന്റെ ഏൺ ലീവ് ആയിരിക്കും, സിക്ക് ലീവ് ആയിരിക്കും, ഇങ്ങനത്തെയുള്ള പല കൺസേൺസും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവാം. ക്ലോഷർ ഓഫ് ബിസിനസ്, ജോബ് ലോസ്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, പല മെനി ബിസിനസ്സസ് ആർ ഗെറ്റിംഗ് ക്ലോസ്, ദേ ആർ നോട്ട് വയബിൾ എനിമോർ ഡ്യൂ ടു കോവിഡ്. അപ്പൊ മാർക്കറ്റ് ഒക്കെ ടോട്ടലി ഡിമ്മായി, പലർക്കും ജോലി പോയി. നമുക്കറിയാം, ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഓഫ് us will know one or two people in our immediate contacts who have lost their job due to COVID. അപ്പൊ we are all worried, ആ ഒരു ഫേറ്റ് നമുക്കും വരുമോ. അപ്പൊ this is also a reason for stress. ലിമിറ്റഡ് സോഴ്സസ് ഓഫ് റിക്രിയേഷൻ ഓർ കോൺഗ്രിഗേഷൻ. മുമ്പൊക്കെ ജസ്റ്റ് തിങ്ക്, നമുക്ക് സ്ട്രെസ് വരുമ്പോൾ വാട്ട് ഡു വി ഡു ബിഫോർ ദ കൊറോണ ഹിറ്റേഴ്സ്? We will go for eating out, അല്ലെങ്കിൽ we will go to a theater, അല്ലെങ്കിൽ we will go to the club. ഇപ്പൊ ഇതൊന്നുമില്ല. We cannot do any of these activities. അപ്പൊ on the one hand stress levels are increasing, and on the other hand whatever avenues നമുക്ക് ഉണ്ടായിരുന്നു സ്ട്രെസ് റിലീസ് ചെയ്യാൻ, അതൊക്കെ ഇപ്പോൾ it is all closed. അപ്പൊ we don't have any sources to release our stress. Clubs, park, all such sources of congregation also are cut off. പിന്നെ ജഗ്ലിംഗ് കിഡ്സ്, ഫാമിലി, ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പോൾ ഓൾ ഓഫ് us are working, but all of us have a family. Many of us are parents. We have young children to look after. അപ്പോൾ അവരുടെ ക്ലാസ്, ഇപ്പോൾ പല കുട്ടികൾക്കും സ്കൂളൊന്നും ഇല്ല, അപ്പോൾ ഒക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ അവരെ മാനേജ് ചെയ്യുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം വി ആർ ഓൾസോ വർക്കിംഗ് ഫ്രം ഹോം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്, ആൻഡ് ഓൾ ദിസ് ഇസ് ഇൻഡെഫിനിറ്റ്. അപ്പോൾ ഓൾ ദിസ് കോസസ്, ഇതൊക്കെ ജഗിൾ ചെയ്യും തോറും then it is causing a lot of stress. അപ്പൊ ഇതൊക്കെ കാരണം നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. ബട്ട് ഹൗ ടു റെക്കഗ്നൈസ്, ഏർലി റെക്കഗ്നിഷൻ ഓഫ് സ്ട്രെസ് ആൻഡ് ഹൗ ടു റെക്കഗ്നൈസ് മൈൻഡ് ഡിസ്റ്റർബൻസ് ഏർലി. അതിന് ഇപ്പൊ ഈ സ്ട്രെസ് കാരണം നമ്മളിൽ കോഗ്നിറ്റീവ് സിംറ്റംസ്, ഇമോഷണൽ സിംറ്റംസ് ആൻഡ് ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയും. കോഗ്നിറ്റീവ് മീൻസ് റിലേറ്റഡ് ടു ദ മൈൻഡ്. ഇമോഷണൽ ഓർ ബിഹേവിയറൽ സിംറ്റംസ് മീൻസ് റിലേറ്റഡ് ടു അവർ ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ആൻഡ് ഫൈനലി ബോഡിലി, നമ്മുടെ ഫിസിക്കൽ സിംറ്റംസ്. അപ്പൊ ഇത് 3 തരത്തിലാണ് സ്ട്രെസ് സിംറ്റംസ് ഉണ്ടാക്കുക നമുക്ക്. അപ്പൊ ഫസ്റ്റ് വി വിൽ സി വാട്ട് ആർ ദ കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ്. അപ്പൊ യു കനോട്ട് ഫോക്കസ്, നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. യു ഗെറ്റ് ആംഗ്രി ഈസിലി, പെട്ടെന്ന് ദേഷ്യം വരിക, ഇറിറ്റബിൾ ആവുക. യു ആർ നോട്ട് ഏബിൾ ടു സിറ്റ് ഇൻ വൺ പ്ലേസ്, യു ഫീൽ റെസ്റ്റ്ലെസ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്ന് തോന്നുക. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ല. യു ആർ ഹാവിംഗ് ഡിഫിക്കൽട്ടി ഇൻ ഇനീഷ്യേറ്റിംഗ് യുവർ സ്ലീപ്പ്. യു ഫീൽ സാഡ് ഓർ ഗിൽറ്റി, ഞാൻ അത് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അങ്ങനെ അനാവശ്യമായിട്ട് യു ആർ ടേക്കിംഗ് ലോട്ട് ഓഫ് ബ്ലെയിം ഓൺ യുവർ സെൽഫ്. പിന്നെ വറി, ലോട്ട് ഓഫ് വറി, അനാവശ്യമായ കാര്യങ്ങൾക്ക്, ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വറി ചെയ്യുക, വിച്ച് വാസ് നോട്ട് ലൈക്ക് യുവർ യൂഷ്വൽ സെൽഫ് ഏർലിയർ. പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ടയേർഡ് ആവുക,
Even a small activity which you used to do earlier very easily, now it അത് വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നുക, അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഒരു എനർജി ഇല്ലാത്ത പോലെ തോന്നുക. പിന്നെ ലാസ്റ്റ് appetite changes. Most of the time it is decreased appetite, but for a small percentage of people there is something called emotional eating. അതായത് സ്ട്രെസ് വരുമ്പോൾ അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷണലി ഈറ്റ് ചെയ്യുക, ക്വാണ്ടിറ്റി കൂട്ടുക, പിന്നെ എസ്പെഷ്യലി ജങ്ക് ഫുഡ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചിലർക്ക് കഴിച്ചാൽ അതൊരു സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് അവർക്ക്. അപ്പൊ ഇതൊക്കെ അൺഹെൽത്തി മെക്കാനിസം ആണ് ടു ഡീൽ വിത്ത് സ്ട്രെസ്. we will talk about some healthy mechanisms to deal with stress. അപ്പൊ ഇതൊക്കെ cognitive and emotional symptoms of stress ആണ്. At the same time there could be some physical symptoms of stress also. ബോഡിയിൽ ചില സിംറ്റംസ് ആയിട്ട് സ്ട്രെസ് മാനിഫെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹെഡ് ഏക്സ്, നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, യു ആർ നോട്ട് ഫീലിംഗ് ഹംഗ്രി, നമ്മൾ സംസാരിച്ചു അതിനെ പറ്റിയിട്ട്. അപ്പറ്റൈറ്റ് ചേഞ്ചസ്, ചിലർക്ക് ഒരു ലംപ് ഇൻ ദ ത്രോട്ട്, അതിന് ഗ്ലോബസ് ഹിസ്റ്റീരിക്കസ് എന്നൊക്കെ പറയും. പിന്നെ ബാക്ക് പെയിൻ, അപ്സെറ്റ് സ്റ്റൊമക്ക്, പെട്ടെന്ന് എന്താ പറയുക, അപ്സെറ്റ് സ്റ്റൊമക്ക്, ഇടയ്ക്കിടയ്ക്ക് മോഷൻ പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ്, പിന്നെ ഹെവി ചെസ്റ്റ്, ടൈറ്റ്നസ് ഓഫ് മസിൽസ്, ഇതൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ് ആണ്. സോ സ്ട്രെസ് കുഡ് ഹാവ് കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സിംറ്റംസ്. ഇതൊക്കെ റീസെന്റ് നിങ്ങളിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ദീസ് ആർ ഓൾ വാർണിംഗ് സൈൻസ് ഓഫ് സ്ട്രെസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ ചെറിയ തോതിൽ, ചെറിയ ഒരു അളവിൽ ഉണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ടു വറി. ഇറ്റ് ഈസ് എ വെരി നോർമൽ തിങ് ടു ഹാവ് സം ഓഫ് ദീസ് സിംറ്റംസ് ഇൻ എ വെരി ലോ ഗ്രേഡ് ഫാഷൻ. അപ്പൊ പക്ഷേ ഇത് വളരെ വളരെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ ഉണ്ടാവുകയാണ്. ഇത് കാരണം നമുക്ക് ബാക്കിയുള്ള ജോലികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലീഡിങ് ടു ഡിപ്രഷൻ എന്ന് പറയും. ഈ സിംറ്റംസ് ഒക്കെ ഒരുപാട് പെർസിസ്റ്റന്റ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻ എമൗണ്ട് ആയാൽ. അപ്പൊ ഇതാണ് ദ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. എസ്പെഷ്യലി ഇഫ് യു ക്യാൻ ഫോളോ മൈ കർസർ ഹിയർ, ഈ പിങ്ക് ബോക്സസ് ഉണ്ടല്ലോ, അതാണ് ദ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇതൊരു 10 സിംറ്റം ഉണ്ട്. ഡിപ്രസ്ഡ് മൂഡ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ വി ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ദ സിംറ്റം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിംറ്റംസ് നമുക്കിപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സിംറ്റംസ് ഒക്കെ ചെറിയ അളവിലുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ടു വറി. ബട്ട് ഇഫ് ദീസ് സിംറ്റംസ് ആർ ക്ലസ്റ്ററിങ് ടുഗദർ, ഒരു 5-6 സിംറ്റംസ് ഔട്ട് ഓഫ് ദീസ് 10 നിങ്ങൾക്കുണ്ട്, അറ്റ് ദ സെയിം ടൈം ഈ ലാസ്റ്റ് ബോക്സ് നോക്കിയാൽ ഡ്യൂറേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 weeks, ഈ സിംറ്റംസ് ഒക്കെ 2 weeks നിലനിൽക്കുകയാണെങ്കിൽ, അപ്പോൾ then it is a warning that yes, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി ചെയ്യണം. മേ ബി വി ആർ ഗോയിങ് ഇൻ ടു ഡിപ്രഷൻ. അപ്പൊ ദിസ് ഇസ് ഹൗ യു റെക്കഗ്നൈസ് ഡിപ്രഷൻ. ഈ സിംറ്റം ഉണ്ടെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയം, ഈ ഒരു ഡ്യൂറേഷൻ ഫോർ 2 weeks എന്തിനാ വെച്ചിരിക്കുന്നതെന്നുള്ളതും ഇതിനു വേണ്ടി തന്നെയാണ്. സോ ദാറ്റ് വി ഡോണ്ട് ഓവർ ഡയഗ്നോസ്. ഇപ്പൊ ചെറിയൊരു സ്ട്രെസ്സോ ചെറിയൊരു കുറച്ച് നേരത്തേക്കുള്ള ഒരു ഡിപ്രസ്ഡ് മൂഡൊക്കെ വളരെ നോർമലാണ്. അത് നമ്മൾ ഓവർ ഡയഗ്നോസ് ചെയ്ത് ഡിപ്രഷൻ ആക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ത്രെഷോൾഡ് വെച്ചിരിക്കുന്നത്. At the same time, if any of you want to apply some instruments on yourself, ഇപ്പൊ എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അപ്പൊ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. യെസ്, there are some excellent tools available on the internet. ജനറൽ ഹെൽത്ത് ക്വസ്റ്റനെയർ എന്ന് പറയും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റനെയർസ് ആണ്. ഇറ്റ് ഹാസ് അബൌട്ട് 12 items. അതുകൊണ്ടാണ് GHQ-12 എന്ന് പറയുന്നത്. അതേപോലെ 10 item കെസ്ലർ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് സ്കെയിൽ, അതേപോലെ പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്റനെയർ 9. ഇതൊക്കെ ഫ്രീലി അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. You can just type these names of the questionnaires and apply it to yourself or your friends. അപ്പോൾ ഇതിന് 2 advantages ഉണ്ട്. ഒന്ന്, you can monitor yourself whether you are what is your condition today and what is your condition after 1 month. കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ സ്കോർ എത്രയായിരുന്നു GHQ-ല്, ഈ മാസം എത്രയാണ്, അപ്പൊ am I worsening, am I improving? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യാം. യു ക്യാൻ മോണിറ്റർ യുവർ സെൽഫ്. ഒരു സെൽഫ് മോണിറ്ററിംഗ് പോലെ നിങ്ങൾക്ക് നിങ്ങളിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് നൗ വി വിൽ കം ടു, ഇപ്പൊ നമ്മൾ സ്ട്രെസ് എന്താന്ന് കണ്ടു, സ്ട്രെസ്സിന്റെ സിംറ്റംസ് എന്താന്ന് കണ്ടു, അതെങ്ങനെയാണ് മോണിറ്റർ ചെയ്യാന്നും കണ്ടു. ഹൗ ടു നൗ വാട്ട് ആർ ദ, നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പൊ ബിഫോർ ഐ ടോക്ക് അബൌട്ട് ദാറ്റ്, ഐ ഹാവ് ടു ഷോ ദിസ് സ്ട്രെസ് കർവ് ടു യു. അപ്പൊ ഇതൊരു സ്ട്രെസ് പെർഫോമൻസ് കർവ് ആണ്. ഇപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഹിയർ ദാറ്റ് സ്ട്രെസ് കൂടുന്തോറും ടിൽ എ പെർട്ടിക്കുലർ ലെവൽ, ഈ ഡോട്ടഡ് ലൈൻ വരെ, പെർഫോമൻസ് ഓൾസോ ഇൻക്രീസസ്. അപ്പൊ സ്ട്രെസ് ഒരു ലെവൽ കൂടുന്തോറും പെർഫോമൻസ് ഓൾസോ പോസിറ്റീവ്ലി കോറിലേറ്റ്സ് വിത്ത് സ്ട്രെസ്. അപ്പോ if you want to understand this, just think of a situation where there is absolutely no stress, absolutely no stress in your workplace. Nobody is bothered. നിങ്ങൾ സമയത്തിന് ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ആരും ബോധർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്ന ജോലി സമയത്തിന് തീർക്കുന്നുണ്ടോ എന്ന് ആരും ബോധർ ചെയ്യാനില്ല. നിങ്ങളുടെ സാലറി ടൈമിന് വരുന്നുണ്ടോ എന്ന് ബോധർ ചെയ്യാനുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസ് വളരെ പൂർ തന്നെയായിരിക്കും, അല്ലെ? അത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. You as employees, you also won't feel motivated to work in a company where nobody is bothered about anything. So that is why a certain amount of stress is very important for good performance of the employee and the company. At the same time,
ഈ സ്ട്രെസ് ഈ ലൈൻ കടന്നു പോകുമ്പോൾ, ഈ ഓപ്റ്റിമൽ സ്ട്രെസ്സിന്റെ ഈ കട്ട് ഓഫ് കടന്നു പോകുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ബാഡ് സ്ട്രെസ്. അപ്പൊ ഇതുവരെ ഇറ്റ് ഇസ് കോൾഡ് ഗുഡ് സ്ട്രെസ് ആൻഡ് നൗ ഇറ്റ് ഇസ് കോൾഡ് ബാഡ് സ്ട്രെസ്. ഇത് കടന്നു പോകുമ്പോൾ ദെൻ സ്ട്രെസ് ബിഗിൻസ് ടു ഹാവ് എ ഡെലിറ്റീരിയസ് എഫക്ട് ഓൺ ദി പെർഫോമൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് കൂടിയാൽ പെർഫോമൻസ് കുറയുകയാണ് ചെയ്യുക. യു ക്യാൻ സീ ദാറ്റ് ഹിയർ. അപ്പൊ നമ്മളുടെ എയിം മുഴുവൻ എന്താണ്? സ്ട്രെസ് ടു മെയിൻറ്റെയിൻ വിത്തിൻ ദിസ് ഗുഡ് ക്വാഡ്രന്റ്, ഈ ഒരു ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്യലാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ നോട്ട് ടു എലിമിനേറ്റ് സ്ട്രെസ് ടോട്ടലി, ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ദാറ്റ് ഇസ് നോട്ട് ഡിസൈറബിൾ. അപ്പൊ ദാറ്റ് ഇസ് ദ മെസ്സേജ്. ടിൽ എ പോയിന്റ് സ്ട്രെസ് ഇസ് പെർഫോമൻസ് എൻഹാൻസിങ്. നൗ we will come to certain myths and misconceptions about suicide. സൂയിസൈഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ കറക്റ്റ് കൗണ്ടർ പാർട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, പീപ്പിൾ ഹു ഡു നോട്ട് ടോക്ക് അബൌട്ട് സൂയിസൈഡ് ഡു നോട്ട് ആക്ച്വലി മീൻ ഇറ്റ്. അതായത് ഒരാൾ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങോർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് സംസാരിക്കുന്നത്. സൂയിസൈഡിനെ കുറിച്ച് ശരിക്കും ചെയ്യേണ്ടവർക്ക് ദേ വിൽ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്, ദേ വിൽ ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട് ഇതിന്, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന് പറയും. അതായത് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളത്. അപ്പൊ ബട്ട് ഇൻ സൂയിസൈഡ് ദ ഓപ്പോസിറ്റ് ഇസ് ട്രൂ. പീപ്പിൾ ഹു ടോക്ക് അബൌട്ട് സൂയിസൈഡ്, ദ ബാർക്കിംഗ് ഡോഗ് ക്യാൻ ആക്ച്വലി ബൈറ്റ്. അപ്പൊ ബട്ട് വി മസ്റ്റ് ദെർഫോർ വി മസ്റ്റ് നോട്ട് നെഗ്ലക്ട് ദി ബാർക്ക്. ബാർക്ക് എന്ന് വെച്ചാൽ അതിന്റെ ഇൻഡിക്കേഷൻ. അപ്പൊ അതിന്റെ കറക്റ്റ് കൗണ്ടർ പാർട്ട് ഇതാണ്. People who talk about suicide may actually be talking about suicide because they want some help or support. അതിനു വേണ്ടിയിട്ടാണ് അവർ അതിനെ പറ്റി സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് ഡിസ്റിഗാർഡ് ചെയ്താൽ, നമ്മൾ അത് നെഗ്ലക്ട് ചെയ്താൽ, നമ്മൾ അതിന് സഫീഷ്യന്റ് അറ്റൻഷൻ കൊടുക്കാതിരുന്നാൽ then we are missing the signal and we are missing the people who may be actually suicidal. So don't അത് നെഗ്ലക്ട് ചെയ്യരുത്. ഇങ്ങനെ ആരെങ്കിലും സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. നെക്സ്റ്റ്, മോസ്റ്റ് സൂയിസൈഡ്സ് ഹാപ്പൻ സഡൻലി വിത്തൗട്ട് വാർണിംഗ്. ഇറ്റ് ഇസ് ഇമ്പൾസീവ്. അല്ലെങ്കിൽ മോസ്റ്റ് സൂയിസൈഡ്സിന് ഒരു ക്ലൂവും ഒരു വാർണിംഗും ഇല്ലാതെയാണ് മാക്സിമം സൂയിസൈഡ്സ് നടക്കുക എന്നുള്ളത് അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. മെജോറിറ്റി ഓഫ് സൂയിസൈഡ്സ്, ഐ എം ടെലിംഗ് മെജോറിറ്റി, നോട്ട് ഓൾ, ബട്ട് ഡെഫിനറ്റ്ലി കുറച്ച് കേസസിൽ വാർണിംഗ് ഇല്ലാതെ നടക്കാം. പക്ഷേ മെജോറിറ്റി ഓഫ് സൂയിസൈഡ്സ് ആർ ഓൾവേസ് പ്രിസീഡഡ് ബൈ വാർണിംഗ് സൈൻസ്. ഇറ്റ് കുഡ് ബി വെർബൽ വാർണിംഗ് സൈൻ. ദേ മേ ഓപ്പൺലി ടെൽ, ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടെന്ന് വെർബലി പറയാം, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. മറ്റേ ആ പേഷ്യന്റ് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ട്, അത് കഴിഞ്ഞിട്ട് വി വർ ട്രീറ്റിംഗ് ഹിം, ഹി വാസ് ഗെറ്റിംഗ് ബെറ്റർ. ബട്ട് സഡൻലി വൺ ഫൈൻ ഡേ ഹി ഡിസൈഡഡ് ടു ഗിവ് അവേ ഓൾ ഹിസ് ബിലോങ്ങിങ്സ്. എല്ലാ പുള്ളിയുടെ സാധനങ്ങളൊക്കെ വിറ്റ് അങ്ങനത്തെ ഉള്ള വീടും മറ്റേ കാര്യങ്ങളൊക്കെ വിൽക്കാനുള്ള ഏർപ്പാടുകളും ഒക്കെ ചെയ്തു തുടങ്ങി. ദാറ്റ് വാസ് ആക്ച്വലി വെൻ വി എക്സ്പ്ലോർഡ് ഫർദർ, ഹി വാസ് മേക്കിംഗ് എ പ്ലാൻ ഫോർ സൂയിസൈഡ് ആൻഡ് ബിഫോർ ദാറ്റ് ഹി വാസ് സെറ്റിലിംഗ് ഓൾ ഹിസ് ഡ്യൂസ്. അപ്പൊ അത് ഇങ്ങനത്തെ ഉള്ള വാർണിംഗ് സൈൻസും ഉണ്ടാവാം. അത് ബട്ട് ഹി വാസ് നോട്ട് വെർബലൈസിങ് ഇറ്റ്. അത് പുള്ളിയുടെ ബിഹേവിയറിൽ നമ്മൾ ഇൻഫർ ചെയ്യണം. അപ്പൊ അതാണ് പറഞ്ഞത്, ദർ കുഡ് ബി വെർബൽ ഓർ ബിഹേവിയറൽ വാർണിംഗ് സൈൻസ് ഫോർ സൂയിസൈഡ്. അത് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യരുത്. തേർഡ്, someone who is suicidal is determined to die. നമ്മൾ പറയും ഒരാൾ മരിക്കാൻ തീരുമാനിച്ചാൽ അങ്ങോരെ തടുക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല എന്ന്. ബട്ട് ഇൻ സൂയിസൈഡ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മൈറ്റ് അപ്ലൈ മോർ ടു സൂയിസൈഡ് ബോംബേഴ്സ് ഓർ ടെററിസ്റ്റ്സ് ഹു ആർ ഡിറ്റർമിൻഡ് ടു ഡൈ. നമ്മളുടെ കോമൺ മാനിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദിസ് ഇസ് ദ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. സൂയിസൈഡൽ പീപ്പിൾ ആർ ഓഫൺ ആംബിവാലന്റ് അബൌട്ട് ലിവിങ് ഓർ ഡൈയിങ്. അവർ ഡൗട്ട്ഫുൾ സിറ്റുവേഷനിൽ തന്നെയാണ് മാക്സിമം ആൾക്കാർ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നതും അത് അറ്റംപ്റ്റ് ചെയ്യുന്നതും. അതിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് വെച്ചാൽ therefore there is a window of opportunity for us to intervene. നമുക്ക് ആ സമയത്ത് അവർ ആംബിവാലന്റ് ആയിട്ട് ദിസ് വേ ഓർ ദിസ് വേ എന്നുള്ളത് അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരോട് പോയിട്ട് 4 വാക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ most of the time we can pull them to the side of living. Then once a person is suicidal, he or she will always remain suicidal. Once suicidal, എപ്പോഴും he is or she is always suicidal. അതും ഒരു തെറ്റിദ്ധാരണയാണ്. ഹൈറ്റൻഡ് സൂയിസൈഡൽ റിസ്ക് പീരിയഡ്സ്, അതായത് സൂയിസൈഡൽ റിസ്ക് ഇസ് എ ഫ്ലക്ച്വേറ്റിംഗ് കോൺസെപ്റ്റ്. ഇപ്പൊ ഇന്നൊരാൾ സൂയിസൈഡൽ ആണെങ്കിൽ നാളെ തന്നെ ചിലപ്പോൾ സൂയിസൈഡൽ റിസ്ക് ഇറങ്ങിയെന്നും വരും, മറ്റന്നാൾ ചിലപ്പോൾ ആദ്യം കൂടിയെന്നും വരും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും നോർമലായിട്ട് ഇരിക്കുന്ന ആളായിരിക്കും, യുമായിട്ട് അയ്യോ ഇങ്ങൊരു സൂയിസൈഡ് ചെയ്തോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങോരെ എങ്ങനെ സൂയിസൈഡ് ചെയ്യും, വി നെവർ എക്സ്പെക്ടഡ്, ഹി വാസ് സോ നോർമൽ വെൻ വി മെറ്റ് ഹിം 2 days ബാക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിൽ അങ്ങനെ ഉണ്ടാവാം. ദാറ്റ് ഈസ് വെരി ട്രൂ. Heightened suicide risk is very short term. Ipo today something happened and tomorrow a person can become suicidal, and that also means that namak intervene cheyan. Nammal aa short term crisis period in nammal if we are able to pull that person out, aa suicidal risk angane korayinjittu pinne it could disappear altogether. So that is the correct counterpart of this myth and misconception. The background disturbance on that. Okay.
only people with mental health disorders are suicidal. അതായത് ഓൺലി ആർക്കെങ്കിലും സൈക്യാട്രിക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സൂയിസൈഡൽ ആവുള്ളൂ എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ഞങ്ങളുടെ ഇവിടുത്തെ റിസർച്ചിലും നിങ്ങൾ സയന്റിഫിക് എവിഡൻസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻ ഇന്ത്യ or in Indian culture, 50% of the individuals who attempt suicide only have psychiatric issues. ബാക്കിയുള്ള 50% ആൾക്കാരിലും the suicidal attempts are usually impulsive, usually due to socio-economic factors like എന്താ പറയുക, വല്ല ഫാമിലി ഓൾട്ടർക്കേഷൻ അല്ലെങ്കിൽ വല്ല കോറൽ വിത്ത് യുവർ ഇന്റർപേഴ്സണൽ കോറൽസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതൊക്കെയാണ് മോസ്റ്റ്ലി കണ്ടുവരുന്ന കാരണങ്ങളായിട്ട് ഫോർ സൂയിസൈഡൽ അറ്റംപ്റ്റ് ആൻഡ് ഇവൻച്വൽ സൂയിസൈഡ്. നമ്മളിലും we would also have examples to give from our daily life. Many people, if you ask why they attempted suicide, they will tell, I quarreled with my girlfriend or I quarreled with my parents, that is why I went and attempted suicide എന്ന് പല അഡോളസൻസും പറയും. അപ്പോൾ that doesn't mean they have mental illness. They are actually involving in suicide because of socio-economic factors. അപ്പോൾ not everybody who indulges in suicide has mental illness എന്നുള്ളതൊരു ഫാക്റ്റ് ആണ്. ഫൈനലി, ടോക്കിംഗ് അബൌട്ട് സൂയിസൈഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് മിസ്കൺസെപ്ഷൻ ആണ് പലരിലും ഉള്ളത്. ടോക്കിംഗ് അബൌട്ട് സൂയിസൈഡ് ഇസ് എ ബാഡ് ഐഡിയ. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണ്, ഐ ഫീൽ ഹി മേ ബി ഡിപ്രസ്ഡ്, ബട്ട് ഐ ഓൾസോ ഫീൽ ഹി മേ ബി സൂയിസൈഡൽ. പക്ഷെ ഞാനായിട്ട് സൂയിസൈഡിനെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ വിൽ ഐ ബി പ്ലാന്റിംഗ് ദോസ് ഐഡിയാസ് ഇൻ ഹിസ് ഹെഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്റെ സൈക്കാട്രി ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് ഷുഡ് ഐ talk about suicide to this patient, to this depressed patient, will I അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാനായിട്ട് ഐഡിയ കൊടുക്കുന്ന പോലെ ആവുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ടോക്കിംഗ് അബൌട്ട് സൂയിസൈഡ് വിൽ നോട്ട് ബി മിസ്കൺസ്ട്രൂഡ് ആസ് എൻകറേജ്മെന്റ്. അതിന്റെ കറക്റ്റ് ഫാക്ട് ഇതാണ്, ടോക്കിംഗ് അബൌട്ട് സൂയിസൈഡ് ക്യാൻ മേക്ക് പീപ്പിൾ ഫീൽ വാലിഡേറ്റഡ്, റീതിങ്ക് ദെയർ ഡിസിഷൻ. വാലിഡേറ്റഡ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ സൂയിസൈഡിനെ കുറിച്ച് അങ്ങനത്തെ ഒരാളോട് സംസാരിക്കുമ്പോൾ വാട്ട് ദാറ്റ് പേഴ്സൺ വിൽ ഫീൽ, ഓക്കെ, here is a person who understands my distress. ഇവിടെ he is understanding what I am going through. അപ്പോൾ ഇങ്ങനെയുള്ളത് എനിക്ക് മാത്രമല്ല, മേ ബി ഇറ്റ് ഇസ് നോർമൽ ടു ഫീൽ ലൈക്ക് ദാറ്റ്. ലെറ്റ് മീ ഡിസ്കസ് നൗ വിത്ത് ദിസ് പേഴ്സൺ ബിക്കോസ് ഹി ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഡിസ്ട്രസ് ആൻഡ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ. അപ്പോൾ ലെറ്റ് മീ ഡിസ്കസ് മൈ പ്രോബ്ലംസ് വിത്ത് ഹിം. അപ്പൊ അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് വേറൊരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രോബ്ലംസിന്റെ കിട്ടും, ആൻഡ് ദേ റീതിങ്ക് ദെയർ ഡിസിഷൻ. അതാണ് ഫീലിംഗ് വാലിഡേറ്റഡ് എന്നുള്ളതിന്റെ അർത്ഥം. ദേ ഫീൽ അണ്ടർസ്റ്റുഡ്, ദേ ഫീൽ വാലിഡേറ്റഡ് വെൻ യു ടോക്ക് അബൌട്ട് ദാറ്റ് സൂയിസൈഡ്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങളിപ്പോ സൈക്കാട്രിസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ സൂയിസൈഡ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഫ്രെയിം ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഡിപ്രസ്ഡ് പേഷ്യന്റ് വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അതിനൊരു നോർമലൈസിങ് എക്സ്പ്ലനേഷൻ പോലെ പറയും. അതായത്, ഓക്കെ, യു ആർ ഫീലിംഗ് ഡിപ്രസ്ഡ്, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളിപ്പോ ഒരുപാട് ഡിപ്രഷനെ കുറിച്ച് എന്നോട് പറഞ്ഞു, ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഡിപ്രസ്ഡ്. മെനി പീപ്പിൾ ഹു ആർ ഫീലിംഗ് ഡിപ്രസ്ഡ്, ഇങ്ങനെ ഒരു ലൈഫ് സർക്കംസ്റ്റാൻസിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ യു സീ ദ ഡിഫറൻസ്. നമ്മൾ വി ആർ നോട്ട് ഡയറക്ട്ലി ടെല്ലിങ് ഹിം ആർ യു ഫീലിംഗ് സൂയിസൈഡൽ എന്നുള്ളത്. നമ്മൾ വേറൊരു ആളുടെ എക്സാമ്പിൾ കൊടുത്തിട്ട് പലർക്കും ഇങ്ങനെ ഉണ്ടാവാം, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ചിന്തകളുണ്ടോ എന്നുള്ളൊരു നോർമലൈസിങ് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ദേ ഡോണ്ട് ഫീൽ സ്റ്റിഗ്മറ്റൈസ്ഡ്. അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ പോലും ദേ വോണ്ട് ഫീൽ ഹെസിറ്റന്റ് ടു കം ഔട്ട് ആൻഡ് ഡിസ്കസ്. അല്ലെങ്കിൽ ഈ സൂയിസൈഡ് എന്നുള്ള കാര്യം പലർക്കും ഒരു മിസ്റ്ററിയാണ്. അത് പലർക്കും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. ദേ ഫീൽ, ഓ, ഞാനിത് ഡിസ്കസ് ചെയ്താൽ ഐ വിൽ ബി സ്റ്റിഗ്മറ്റൈസ്ഡ്, ഡോക്ടറിനെ വേറെ കണ്ണി കൂടി കാണും, അങ്ങനത്തെ ഉള്ള. അല്ലെങ്കിൽ ഫ്രണ്ട് ആണെങ്കിൽ പോലും നിങ്ങളൊരു ഫ്രണ്ടിനോട് സംസാരിക്കണമെങ്കിൽ ഞാനിപ്പോ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഹി മൈ തിങ്ക് ഐ എം മെന്റലി ഇൽ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു യു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും, ദേ വിൽ ഫീൽ മോർ ഫ്രീ ഇൻ കമ്മിങ് ഔട്ട് വിത്ത് ദെയർ സൂയിസൈഡൽ തോട്ട്സ്. Okay, അപ്പോൾ that was the myth busting about suicide. Now we will go to risk factors and warning signs of suicide. അതായത് എങ്ങനെയുള്ള ആൾക്കാരിലാണ് സൂയിസൈഡ് കൂടുതൽ ചാൻസസ്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, കോവിഡ് പാൻഡമിക് ഇസ് എ സ്ട്രെസ് ഫോർ എവറിബഡി. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫാക്ടർ ലൈക്ക് എക്സാം സ്ട്രെസ് ഇസ് എ സ്ട്രെസ് ഫോർ എവറിബഡി. ഇപ്പൊ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും പേപ്പറിൽ, ഈ നീറ്റ് കാരണം പല സ്റ്റുഡൻസും സൂയിസൈഡ് ചെയ്തു. നീറ്റ് എക്സാം, ഈ എന്താ പറയുക, നാഷണൽ എലിജിബിലിറ്റി എക്സാം, അത് 11th 12th കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നതാണല്ലോ. അപ്പൊ നീറ്റ് എക്സാം അനൗൺസ് ചെയ്ത ഉടനെ, അല്ലെങ്കിൽ 10th ക്ലാസ് റിസൾട്ട് വന്ന ഉടനെ ഉണ്ടാവും ന്യൂസ് പേപ്പറിൽ 3-4 സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ 3-4 അഡോളസൻസ് സൂയിസൈഡ് ചെയ്തു. പക്ഷെ എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നില്ല. സോ പലരും ഫെയിൽ ആയിട്ടുണ്ടാവും, ബട്ട് ഓൺലി certain people attempt suicide. Why that difference? അപ്പൊ അവരിൽ എന്താണ് ഡിഫറെന്റ്? അപ്പൊ everybody is having the same stress. അപ്പൊ there is something else called risk factors. ആ റിസ്ക് ഫാക്ടേഴ്സിന്റെ കൂടെ ഇതും കൂടി വരുമ്പോഴാണ് അവര് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വാട്ട് ആർ ദി ബേസ് ലൈൻ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ സൂയിസൈഡ്?
ആൻഡ് വാർണിംഗ് സൈൻസ്. അപ്പൊ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് വാർണിംഗ് സൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? അപ്പൊ അത് ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് ദി ട്രാഫിക് യെല്ലോ സിഗ്നൽ ആൻഡ് ദി ട്രാഫിക് റെഡ് സിഗ്നൽ. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ട്രാഫിക് യെല്ലോ സിഗ്നൽ ആണ്. യെല്ലോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വി ഹാവ് ടു എക്സസൈസ് കോഷൻ. അതിപ്പോ ഉടനെ നീങ്ങണ്ട, ബട്ട് ഇറ്റ് ഈസ് യു ഹാവ് ടു പ്രിപ്പയർ വെരി സൂൺ. ഇറ്റ് മേ ബി ടൈം ടു മൂവ് ഫോർവേഡ്, പുട്ട് ദ ഫസ്റ്റ് ഗിയർ ആൻഡ് മൂവ് ഫോർവേഡ്. അറ്റ് ദ സെയിം ടൈം വാർണിംഗ് സൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ലൈക്ക് ദ ട്രാഫിക് റെഡ് സിഗ്നൽ. വാർണിംഗ് ഐ വിൽ ബി ഡിസ്കസിങ്, നമ്മൾ ഡിസ്കസ് ചെയ്യും വൺ ബൈ വൺ എന്താണ് റിസ്ക് ഫാക്ടേഴ്സ്, എന്താണ് വാർണിംഗ് സൈൻസ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതായത് വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു സൂസൈഡ്. റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടൈം ഇല്ല. റെഡ് സിഗ്നൽ കണ്ടാൽ പിന്നെ യു ഹാവ് ടു ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ്, അല്ലെ, ട്രാഫിക്കിൽ. അപ്പൊ അതേപോലെ തന്നെ ഈ വാർണിംഗ് സൈൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇഫ് എനി ഓഫ് ദോസ് വാർണിംഗ് സൈൻസ് ആർ ദേർ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഐ വിൽ സീ ടുമോറോ അല്ലെങ്കിൽ ഐ വിൽ സീ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറയാൻ പാടില്ല. യു ഹാവ് ടു ഇമീഡിയറ്റ്ലി ഡു സംതിങ് ഫോർ ദാറ്റ് പേഴ്സൺ. ബട്ട് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മോർ പ്രോക്സിമൽ, അതായത് ദർ ഇസ് സം മോർ ടൈം ഫോർ യു ടു ആക്ട്. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ആണ്, വൺ ബൈ വൺ. പ്രീവിയസ് സൂസൈഡ് അറ്റംപ്റ്റ്. ലോട്ട് ഓഫ് റിസർച്ച് ഹസ് ഷോൺ ദാറ്റ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ. അതായത് പ്രീവിയസ് നിങ്ങൾ സംസാരിക്കുന്ന ആള്, അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അവർക്ക് പ്രീവിയസ്ലി ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ അവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് സൂസൈഡ് പോലെ വെർബലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്. ബിക്കോസ് once a person has had a suicide attempt, now the threshold for that person to consider suicide, ഏത് ലെവലിലാണ്, ഏത് സ്ട്രെസ്സിന്റെ ലെവൽ, ഏത് ലെവൽ വരുമ്പോഴാണ് സൂസൈഡ് കൺസിഡർ ചെയ്യുക ഒരു വേ ഔട്ട് ആയിട്ട് എന്നുള്ളതിന്റെ ത്രഷോൾഡ് വളരെ കുറഞ്ഞു ഒരു സൂസൈഡ് അറ്റംപ്റ്റ് കഴിയുമ്പോൾ. 2-3 സൂസൈഡ് അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ത്രഷോൾഡ് പിന്നെയും കുറഞ്ഞു. അപ്പൊ അറ്റ് എ ലോവർ ലെവൽ ഓഫ് സ്ട്രെസ് ഇറ്റ്സെൽഫ് ദാറ്റ് പേഴ്സൺ വിൽ കോൺടെംപ്ലേറ്റ് സൂസൈഡ് ഓർ തിങ്ക് അബൌട്ട് സൂസൈഡ്. ദെൻ സബ്സ്റ്റൻസ് യൂസ്. സബ്സ്റ്റൻസ് യൂസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, അതേപോലെ തന്നെ വേറെ കന്നാബിസ്, അങ്ങനത്തെ ഉള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് എ റിസ്ക് ഫാക്ടർ. ബിക്കോസ് നമുക്കിപ്പോ സൂസൈഡ് തോട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ നോർമൽ ആയിട്ട് നമ്മൾ ആ ഒരു ബോധ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും റീസൺ ഔട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ബട്ട് വെൻ എ പേഴ്സൺ ഇസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, ആ ജഡ്ജ്മെന്റ് കപ്പാസിറ്റി, ആ റീസണിങ് കപ്പാസിറ്റി, അതൊക്കെ ക്ലൗഡഡ് ആണ്. ഹി ഈസ് മോർ പ്രോൺ ടു ടേക്ക് wrong decisions and end up committing suicide. Then mental disorders, pre-existing mental disorders, depression, anxiety, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ റിസ്ക് ഫാക്ടർ ഫോർ സൂസൈഡ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് സൂസൈഡ്. സോ സൂസൈഡിന് ഡെഫിനറ്റ്ലി കുറച്ച് ജനറ്റിക് കോമ്പോണന്റും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലീസോ ആർക്കെങ്കിലും ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ then it means that there is a possibility that the family members of that person also has high tendency towards suicide. That may also explain why everyone, when faced with the same amount of stress, why certain people attempt suicide, certain others don't. Then recent job loss or stress. Appo ഇത് ഐസൊലേഷനിൽ again it is not important, but when combined with the other risk factors it may mean that the individual has a high tendency for suicide. Then hopelessness. Hopelessness എന്ന് പറയുന്നത് അതൊരു കൺസ്ട്രക്റ്റ് ആണ്, ഒരു സൈക്കാട്രിക് കൺസ്ട്രക്റ്റ് ആണ്. അതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. അതായത് there is no hope എന്ന് തിങ്ക് ചെയ്യുന്ന ചിലവര്. അപ്പോൾ മൈ പ്രോബ്ലംസ് ആർ നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ്, നമ്മളെ പെസിമിസം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു പെസിമിസ്റ്റിക് തിങ്കിങ്, എക്സ്ട്രീം ഡിഗ്രി ഓഫ് പെസിമിസം ആണ് ഹോപ്പ്ലെസ്നെസ്. വേറൊരു വഴിയില്ല, പ്രോബ്ലംസ് ഒന്നും എന്റെ ഇംപ്രൂവ് ആവുന്നില്ല, therefore I should attempt suicide. ക്രോണിക് പെയിൻ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ളവർ, they could have some physical condition, physical comorbidity like diabetes or chronic pain, വളരെ ക്രോണിക് പെയിൻ അനുഭവിക്കുന്നവർക്കൊക്കെ റിസ്ക് കൂടുതലാണെന്നാണ് കണ്ടിരിക്കുന്നത് സൂസൈഡിന്റെ. പിന്നെ ജനറ്റിക് ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോലെ ചില ജീനോടൈപ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് ഫാമിലി ഹിസ്റ്ററി സൂസൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ സൂസൈഡിന്റെ റിസ്ക് ഇൻക്രീസ്ഡ് ആണ്. ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ഓർ ഐസൊലേഷൻ. ഒരാൾ തനിച്ച് താമസിക്കുകയാണ് വിത്ത് ഓൾ ദീസ് വാട്ട് എവർ റിസ്ക് ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ ഹി ഡസന്റ് ഹാവ് ദി സപ്പോർട്ട് that is required to pull him out of suicidal crisis when he or she experiences that. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ സൂസൈഡ് കൂടുതലാണ്. പിന്നെ ലാസ്റ്റ്, ഇൻക്രീസ്ഡ് ആക്സസ് ടു മീൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ, ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു പുഷ് എ പെർസൺ, ഇറ്റ് ഇസ് ഈസിയർ ടു പുഷ് എ പെർസൺ സ്റ്റാൻഡിങ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ക്ലിഫ്. അതായത് അറ്റത്ത് നിൽക്കുന്ന ആളെയാണ് പുഷ് ചെയ്ത് വീഴ്ത്താൻ എളുപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇൻക്രീസ്ഡ് ആക്സസ് ടു മീൻസ് ഓഫ് സൂസൈഡ്. മീൻസ് ഓഫ് സൂസൈഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് സൂസൈഡൽ തോട്ട് ഉണ്ട്, വേറെ ഇപ്പൊ രണ്ടുപേർക്ക്, യു ക്യാൻ ടേക്ക് എൻ എക്സാമ്പിൾ, 2 people going through the same level of stress and having the same degree of suicidal thought. പക്ഷെ ഒരാളുടെ വീട്ടില് കെട്ടിത്തൂങ്ങാനുള്ള കയറ് അല്ലെങ്കിൽ മറ്റേ ഇൻജസ്റ്റ് ചെയ്യാനുള്ള പെസ്റ്റിസൈഡ്, കീടനാശിനി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആൻഡ് ദ അതർ പേഴ്സൺ ബട്ട് ഡസന്റ് ഹാവ് എനി റോപ്പ് ഓർ എനി പെസ്റ്റിസൈഡ് ഇൻ ഹിസ് ഹൗസ്. അപ്പൊ നൗ യു ക്യാൻ ഇമാജിൻ ആരായിരിക്കും കൂടുതൽ റിസ്ക്?
naturally the person who has stocked up all the materials to commit suicide at home, അല്ലെ, റോപ്പ്, പെസ്റ്റിസൈഡ്, അങ്ങനത്തെ വീട്ടിൽ റെഡി ആക്സസ് ഉള്ള ആൾക്കാരിലാണ് ഓൾറെഡി സെയിം ലെവൽ ഓഫ് സൂസൈഡൽ തോട്ട് ഉള്ളവരിൽ അവർക്കാണ് കൂടുതൽ റിസ്ക്. അപ്പോൾ നമ്മളും വാർഡിലാണെങ്കിലും അപ്പോൾ നമ്മളിപ്പോൾ കൗൺസിലിങ്ങിലാണെങ്കിലും ഫസ്റ്റ് നമ്മൾ പറയുക, എന്തെങ്കിലും അങ്ങനത്തെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബ്ലേഡ്, കത്തി, നൈഫ്, റോപ്പ്, പെസ്റ്റിസൈഡ് വളരെ കോമൺ ആണ് ഇന്ത്യയിൽ, അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗൾഫിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കില്ല, പക്ഷെ വേറെ എന്തെങ്കിലും പോയിസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ റാറ്റ് കില്ലർ പോയിസൺ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ അതും മാറ്റി വെക്കേണ്ടതാണ് നിങ്ങളുടെ സൂസൈഡൽ ആൾക്കാരിൽ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ്സ് വൺ ഓഫ് ദി ഫസ്റ്റ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ഇൻ സൂസൈഡ്. ദെൻ now we are coming to warning signs. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത റിസ്ക് ഫാക്ടേഴ്സ് ആണ്. റിമെമ്പർ, റിസ്ക് ഫാക്ടേഴ്സ് ആർ ലൈക്ക് ദി യെല്ലോ സിഗ്നൽ ഓഫ് എ ട്രാഫിക്, ബട്ട് now I am going to discuss the red signals, warning signs. First thing is ideation. അതായത് if a person has verbally communicated to you that I have plans of taking my own life, അത് ഒന്നില്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചില ഈ സിഗ്നൽസ് എല്ലാം വിറ്റ് പറക്കുന്ന, പെട്ടെന്ന് വില്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെന്റാലിറ്റി. സെക്കൻഡ്, സബ്സ്റ്റൻസ് യൂസ്, എക്സസീവ്. അപ്പൊ അത് റിസ്ക് ഫാക്ടർ ആയിട്ടും കണ്ടു. സബ്സ്റ്റൻസ് യൂസ്, അത് ഞാൻ ഉദ്ദേശിച്ചത് ബേസ് ലൈൻ ആയിട്ട് ഒരാൾക്ക് മറ്റേ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ യെസ് ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. ബട്ട് വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് എ റീസെന്റ് ഇൻക്രീസ് ഇൻ കൺസംഷൻ, അതായത് മുമ്പ് 1-2 പെഗ് കഴിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഇപ്പോ 5-6 പെഗ് വെച്ചിട്ട് കഴിക്കുക, അങ്ങനത്തെ ഉള്ള പെട്ടെന്ന് ഇൻക്രീസ് ഇൻ സബ്സ്റ്റൻസ് യൂസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. പർപ്പസ്ലെസ്നെസ്, അതായത് ദ പേഴ്സൺ സീസ് നോ റീസൺ ഫോർ ലിവിങ്, അത് ഇനി ഞാൻ ജീവിച്ചിട്ട് കാരണമൊന്നുമില്ല, ഒരു ബെനിഫിറ്റും ഇല്ലായിരിക്കും, ഐ ഡോണ്ട് സീ എനി മീനിങ് ഇൻ ലിവിങ്, അങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നവർ അത് ഡെഫിനറ്റ്ലി ഒരു വാർണിംഗ് സൈൻ ആണ് സൂസൈഡിന്റെ. പിന്നെ റീസെന്റ് ആങ്സൈറ്റി, അജിറ്റേഷൻ, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സെൻസ് ഓഫ് ഫീലിംഗ് ട്രാപ്ഡ്, അതായത് ദ പേഴ്സൺ ഇസ് ടെല്ലിംഗ് യു ഐ ഡോണ്ട് ഫീൽ എനി വേ ഔട്ട് ഓഫ് മൈ പ്രോബ്ലംസ്, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ആൻഡ് ഐ ഡോണ്ട് സീ എനി വേ ഔട്ട് ഹൗ ടു സോൾവ് ഇറ്റ്. ഹോപ്പ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് കുഡ് ബി ബോത്ത് എ റിസ്ക് ഫാക്ടർ ആസ് വെൽ ആസ് എ വാർണിംഗ് സൈൻ. അതുകൊണ്ട് ഹോപ്പ്ലെസ്നെസ് എന്നുള്ളൊരു, ഒരാൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ടോക്ക് പറയാണ്, വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് പറയുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ റെഡ് സിഗ്നൽ ഫോർ യു ടു ആക്ട്. വിഡ്രോവൽ ഫ്രം ഫ്രണ്ട്സ്, ഫാമിലി, സൊസൈറ്റി. അപ്പൊ മുമ്പ് ഭയങ്കര സോഷ്യബിൾ ആയിട്ടുള്ള ആൾ, ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ആള് പെട്ടെന്ന് വിഡ്രോ ചെയ്യുക, ആരോടും മിണ്ടാതെ. എന്തെങ്കിലും നിങ്ങളൊരു ആക്ടിവിറ്റിക്ക് വിളിച്ചാൽ കൂടെ ഇപ്പോൾ അതിന് മിക്സ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വരുന്നില്ല, ഐ എം നോട്ട് ഫീലിംഗ് വെൽ, അങ്ങനെ എക്സ്ക്യൂസും പറഞ്ഞു വലിയ, അങ്ങനെ എന്തെങ്കിലും റീസെന്റ് ആയിട്ട് നിങ്ങൾ ചേഞ്ചസ് കാണുകയാണെങ്കിൽ യെസ് ഇറ്റ് ഇസ് എ വാർണിംഗ് സൈൻ. പെട്ടെന്ന് ദേഷ്യം വരിക, ആങ്കർ, റേജ്, ഔട്ട് ബേഴ്സ്റ്റ്, അതിനോടൊപ്പം തന്നെ എക്സസീവ്ലി റിസ്കി ആക്ട്സ്, ഇപ്പൊ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ റെക്ലെസ് ആയിട്ട് ബിസിനസ് ഡിസിഷൻസ് എടുക്കുക, ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. പിന്നെ മൂഡ് ചേഞ്ചസ്, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ്, അതായത് പെട്ടെന്ന് സന്തോഷം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ, ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് ഡ്രമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ എ വാർണിംഗ് സൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണും ദർ ഇസ് എ ന്യൂമോണിക് ആക്ച്വലി ടു റിമെമ്പർ ദി വാർണിംഗ് സൈൻസ് ഓഫ് സൂസൈഡ്. അതിന്റെ ന്യൂമോണിക് ഇതാണ്, ഇസ് പാത്ത് വാം. ഇസ് പാത്ത് വാം, അതായത് ഇറ്റ് ഇസ് ഇൻ റെഡ് ആൻഡ് ദാറ്റ് ഇസ് ദ ന്യൂമോണിക് ഫോർ റിമെമ്പറിംഗ് ദി വാർണിംഗ് സൈൻസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ട്രെസ് എന്താന്ന് കണ്ടു, സ്ട്രെസിന്റെ ഏർലി വാർണിംഗ് സൈൻസ് എന്താന്ന് കണ്ടു, സൂസൈഡിൽ ചില മിത്സ് ആൻഡ് മിസ്കൺസെപ്ഷൻസ് നമ്മൾ കണ്ടു, സൂസൈഡിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താന്ന് കണ്ടു, സൂസൈഡിന്റെ വാർണിംഗ് സൈൻസ് എന്താന്ന് കണ്ടു. നൗ ദ ലാസ്റ്റ് പാർട്ട് അബൌട്ട് സൂസൈഡ് ഇസ് ഹൗ ടു ടാക്കിൾ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ വാർണിംഗ് സൈൻസ്, ഓക്കെ, ഒരാൾ ഇപ്പൊ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു, ഐ നോ ഓൾ ദ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് വാർണിംഗ് സൈൻസ് ആൻഡ് ഐ നോ ദാറ്റ് ദ പേഴ്സൺ ഇസ് സൂസൈഡൽ. Then now what next to do, how to tackle, whether it is within myself or whether it is within my family or friends, ഇങ്ങനെ ഉണ്ടെങ്കിൽ what can I do, അതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. Before I talk about anything, the first most important thing to remember is, ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളോട് what is the single most important step towards individual suicide prevention, this is the answer. You have to talk to that person and stay with them. ഞാൻ മുമ്പ് പറഞ്ഞു, suicidal crisis is a short lasting period. It is not that they are always suicidal, they will forever be suicidal. അതൊരു ബ്രീഫ് പീരീഡ് ആണ്. ഇറ്റ് കുഡ് ബി an hour, it could be a day. ആ സമയത്ത് നമ്മൾ അവരെ കൈവിടാതിരുന്നാൽ, നമ്മൾ അവരോട് സംസാരിച്ചാൽ, നമ്മൾ അവരോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ it has been found that 5 minutes of talking with a person prevents 70% of the suicides. So you can actually prevent a majority of suicide by just talking to them for some time and staying with them. അവരുടെ കൂടെ നിൽക്കുക, നിങ്ങൾ തന്നെ ഇല്ലെങ്കിൽ ആളുകളെ മാറ്റി മാറ്റി വെക്കാം, but you have to stay with them. And stay with them means stay with them 24/7 കേട്ടോ. I am always reminded, I will never forget, ഞാൻ ഫസ്റ്റ് ഇയർ സൈക്കാട്രി റെസിഡൻസി ഇവിടെ ചെയ്യുമ്പോൾ എൻ്റെ വാർഡിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഡിപ്രഷൻ ആൻഡ് പേഷ്യൻ്റ് വാസ് അഡ്മിറ്റഡ്. അപ്പം അന്ന് എനിക്ക് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം ഞാൻ
ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി 1 മണിക്കൂർ പുറത്തേക്ക് പോയി. ആ 1 മണിക്കൂർ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഐ ഡിഡ് നോട്ട് ഇൻഫോം ദ വാർഡ് സിസ്റ്റർ ദാറ്റ് ഡ്യൂറിങ് ദിസ് ടൈം യു ഹാവ് ടു കീപ് ദ അറ്റൻഡർ വിത്ത് ദ പേഷ്യന്റ് ത്രൂ ഔട്ട്. ഞാൻ ഭക്ഷണം കഴിച്ചു വന്നു. When I came to the ward, the news that was waiting for me was this person had committed suicide by going to the bathroom. So even when they are going to the bathroom also, because suicide and 2 minutes madi, it is not, they don't need hours to commit suicide. It's only a matter of seconds or minutes. So staying with them means staying with them 24/7. You cannot leave suicidal people alone for even few minutes. But this this is only required for 1 hour or 1 day. After that, once they come out of the suicidal crisis, then it is much better. They feel much better. They feel that what they thought was wrong, they should not have thought like that. അങ്ങനെയാണ് മാക്സിമം ആൾക്കാരും പറയുക. അപ്പോൾ this is the most important thing that you have to remember for suicide prevention. Now at the same time, നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. Then what do you have to do? You have to talk. അല്ലേ? How do you talk? അതാണ് important. So you have to listen. First is you have to be a good listener and you have to listen non-judgmentally. Non-judgmentally എന്താന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണും. അപ്പോൾ listen non-judgmentally. We'll just list the things here and then we'll see each of them. Listen non-judgmentally, assess risk of suicide or harm. അപ്പോൾ നമ്മൾ ഈ വാർണിംഗ് സൈൻസും റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഓക്കെ ഹീസ് ടെല്ലിങ് ഓൾ ദീസ് സിംറ്റംസ്, നമ്മൾ ആദ്യം കണ്ട വാർണിംഗ് സൈൻസ് അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇൻഡയറക്ട്ലി നോക്കുന്നത്. Then you have to give reassurance and information. ഇത് എങ്ങനെ കൊടുക്കും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണും. എൻകറേജ് ടു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇപ്പൊ നിങ്ങൾ ആരും ഡോക്ടർമാരല്ല. അപ്പൊ നമ്മൾ ഈ പ്രസന്റേഷനോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓൺലി ആസ് എ ടെമ്പററി ഹോൾഡിംഗ് പീരിയഡ്, ഒരു കുറച്ച് നേരത്തേക്ക് അങ്ങോരെ സൂസൈഡൽ ആയിട്ടുള്ള ആളെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ടോക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഫ് ദേ റിക്വയർ പ്രൊഫഷണൽ ഹെൽപ്പ് യു ഡെഫിനറ്റ്ലി ഹാവ് ടു റെഫർ ടു എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. ദെൻ എൻകറേജ് സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ്. അതായത് നമുക്ക് തന്നെ അല്ലെങ്കിൽ ഫോർ ദ പേഴ്സൺ ഹിംസെൽഫ് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ദംസെൽസ്, ഹൗ ദേ ക്യാൻ മാനേജ് ദെയർ നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയേഴ്സ്, അതിനു വേണ്ടിയിട്ടുള്ള ചില സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് നമ്മൾ മെയിൻലി ഇത് കഴിഞ്ഞാൽ കാണും. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഐ റിക്വസ്റ്റ് ദ പാർട്ടിസിപ്പൻസ് എവരിവൺ ടു മ്യൂട്ട്. ഒന്ന് ചെക്ക് ചെയ്തോളൂ, കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വാങ്കുവിളി കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മളൊരാൾ സൂയിസൈഡൽ ക്ലയന്റ് യെസ്, അപ്പൊ നമ്മളൊരു സൂയിസൈഡൽ ആയിട്ടുള്ള നമ്മളിലോ നമ്മളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ടെൽ ദം, വാട്ട് വി ക്യാൻ ടെൽ ദം. നമ്മൾ പറഞ്ഞല്ലോ വി ഹാവ് ടു ഗിവ് റീഅഷ്യൂറൻസ് ആൻഡ് എൻകറേജ്മെന്റ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞു. ഹൗ ടു ഗിവ് ദാറ്റ്, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. വി ഹാവ് ടു ടെൽ ദം ദാറ്റ് സൂയിസൈഡ് ഇസ് എ ടെമ്പററി ഫീലിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ടെൽ ദം ദാറ്റ് ഇഫ് യു ആർ ഏബിൾ ടു, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആൻഡ് വി വിൽ കം ഔട്ട് ടുഗെദർ. ഇതാണ് മിക്ക ഹോട്ട് ലൈൻസിലും പറയാം. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ സൂസൈഡ് ഹോട്ട് ലൈൻസ്, ഹെൽപ്പ് ലൈൻസ് എന്നൊക്കെ പറയും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ചില 24/7 ഹെൽപ്പ് ലൈൻ, ഇപ്പൊ റീസെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഹസ് ലോഞ്ച്ഡ് 24/7 ഹെൽപ്പ് ലൈൻ ഫോർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് സൂസൈഡ്. അപ്പൊ അവിടേക്ക് വിളിച്ചാലും അവർ ഇതാണ് മെയിൻലി പറയുക, അതായത് യെസ് വി ആർ വിത്ത് യു, സൂസൈഡ് ഇസ് എ ടെമ്പററി ഫീലിംഗ്, ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്, വി വിൽ കം ഔട്ട് ഓഫ് ദിസ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളിത് പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എന്തെങ്കിലും എൻക്വയറി ചെയ്യണം വെദർ ദ പേഴ്സൺ ഹാസ് മെയ്ഡ് എനി പ്ലാൻസ് ഫോർ സൂസൈഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം ഒരു കയറോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡോ എന്തെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വിസിനിറ്റിയിൽ നിന്ന് മാറ്റണം. ഓൾ ബ്ലേഡ്, നൈഫ് അങ്ങനത്തെ ഉള്ള പ്ലാൻസ് ഒക്കെ പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. നെക്സ്റ്റ് യു ഹാവ് ടു എൻക്വയർ വെദർ മെഡിക്കേഷൻസ് ആർ ബീങ് ടേക്കൺ റെഗുലർലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് പേഴ്സൺ എന്തെങ്കിലും ഒരു സൈക്കാട്രിക് ഡിസീസിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എൻക്വയർ വെദർ ദ മെഡിക്കേഷൻസ് ആർ ബീങ് ടേക്കൺ റെഗുലർലി ഓർ നോട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇഫ് യു ആർ നോട്ട് ബീങ് ടേക്കൺ റെഗുലർലി ദാറ്റ് മീൻസ് ദാറ്റ് ദ പേഴ്സൺ ഇസ് അറ്റ് റിസ്ക്. ദെൻ ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ അസസ് റിസ്ക് ഫാക്ടേഴ്സ്, ഹൗ ടു അസസ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ അതിൽ വരും. ദെൻ റെസ്ട്രിക്ട് ആക്സസ് ടു മീൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇങ്ങനത്തെ ഷാർപ്പ് ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. ദെൻ ലുക്ക് ഫോർ സൈൻസ് ഓഫ് ഡിപ്രഷൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വാട്ട് ആർ ദ വാർണിംഗ് സൈൻസ് ഓഫ് ഡിപ്രഷൻ, അതായത് ഗെറ്റിംഗ് ആംഗ്രി, നോട്ട് ഈറ്റിംഗ്, നോട്ട് സ്ലീപ്പിംഗ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഡിപ്രഷന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ ക്വസ്റ്റനെയർസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ജനറൽ ഹെൽത്ത് ക്വസ്റ്റനെയർ, പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്റനെയർ, ആ 5 minute ക്വസ്റ്റനെയർസ്, അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് യു ക്യാൻ അപ്ലൈ ഇറ്റ് ഓൺ യുവർ സെൽഫ്, ഓൺ യുവർ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഓൾ. എന്നിട്ട് അതിലൊരു കട്ട് ഓഫ് അതിൽ തന്നെ പറയും. ഈ കട്ട് ഓഫിന് മുകളിലാണെങ്കിൽ യെസ് ദ പേഴ്സൺ ഇസ് ഡിപ്രസ്ഡ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വൺ വേ ഹൗ യു ക്യാൻ റെക്കഗ്നൈസ് പീപ്പിൾ ഹു നീഡ് പ്രൊഫഷണൽ ഹെൽപ്പ്. അപ്പോൾ പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞു ഹൗ ടു റെഫർ ഫോർ പ്രൊഫഷണൽ ഹെൽപ്പ്. അപ്പൊ നിങ്ങളിത് സംസാരിക്കുമ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഐഡന്റിഫൈ യെസ് ദീസ് ആർ ദ പീപ്പിൾ ഹു മേ നീഡ്
professional psychiatrist or psychologist help. So what are the ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. What should we not do when we counsel a patient or when we talk to a patient about who is feeling suicidal? അപ്പം ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ സൂയിസൈഡൽ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് നോട്ട് ബ്ലെയിം ഓർ ഫൈൻഡ് ഫോൾട്ട്. അപ്പോൾ ഐ പ്രോമിസ്ഡ് യു, ഞാൻ ഇതിനു മുമ്പത്തെ സ്ലൈഡ് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ലിസൺ നോൺ ജഡ്ജ്മെന്റലി. ഐ പ്രോമിസ്ഡ് യു ദാറ്റ് ഐ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് നോൺ ജഡ്ജ്മെന്റൽ. ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ എന്ന് വെച്ചാൽ നമ്മളുടെ അപ്രോച്ച് ഒരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങോരുടെ മേത്ത് ബ്ലെയിം ആക്കുക, അങ്ങനത്തെ ഉള്ള ഒരു അപ്രോച്ച് അല്ല നമുക്ക് വേണ്ടത്. അപ്പൊ അത് ഒരിക്കലും ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി നോൺ ജഡ്ജ്മെന്റൽ. അപ്പൊ യു ആർ എ ആൽക്കഹോളിക് ദെർഫോർ യു ആർ ഫീലിംഗ് ലൈക്ക് ദിസ്, അങ്ങനത്തെ ഉള്ള വാല്യൂ ലേബിൾസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഡോണ്ട് അപ്പിയർ ഷോക്ക്ഡ് ഓർ സർപ്രൈസ്. പീപ്പിൾ അവരെന്തെങ്കിലും സീക്രട്സ്, അവരെന്തെങ്കിലും നിങ്ങളോട് ഇൻസിഡന്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ അയ്യോ നീ ഇങ്ങനെ ചെയ്തോ, അങ്ങനത്തെ ഒന്നും റിയാക്ഷൻസ് നമ്മളൊന്നും പറയാതിരിക്കുക. പറയുന്നത് നമ്മൾ വളരെ ഇങ്ങനത്തെ ഉള്ള റിയാക്ഷൻസ് ഒന്നും കൂടാതെ വളരെ കാമായിട്ട് കേട്ടിരിക്കുക. പിന്നെ ഡോണ്ട് ഗിവ് അൺഡ്യൂ പ്രോമിസസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് സമയത്ത് ഒരാൾ നിങ്ങളുടെ അടുത്ത് വരികയാണ്, എന്റെ ജോലി പോയി, എനിക്ക് ഫാമിലിക്ക് കാശ് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അത് കാരണം ഐ ഫീൽ ഐ എം നോട്ട് എനി യൂസ് ടു ദം, ഐ ബെറ്റർ കമ്മിറ്റ് സൂസൈഡ്. അപ്പൊ നിങ്ങൾ പറയാണ് ഇല്ലില്ല അതൊക്കെ ശരിയാവും, നിങ്ങൾക്ക് ജോലി തിരിച്ചു കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുന്നത് അത് നമുക്കറിയില്ല അല്ലേ. വി ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ ആക്ച്വലി ഹാപ്പൻ. സോ ഇഫ് യു ഗീവ് അൺഡ്യൂ പ്രോമിസസ്, എല്ലാം ശരിയാവും, ജോലിയൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ വെറുതെ ഒരു ആ മൂഡിൽ അങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ, then if that really doesn't happen, that person will feel more suicidal later. അപ്പൊ അതാണ് ഒരു കോൺസിക്വൻസ്. അപ്പൊ നമ്മൾ അൺഡ്യൂ ആയിട്ടുള്ള പ്രോമിസസ് കൊടുക്കാതിരിക്കുക. റിമെമ്പർ ഓൾവേസ് ദാറ്റ് ഓൺലി ഗിവ് promises for things that are within your control. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡ് എനിക്ക് അതാണ്, വാട്ട് ഇസ് വിത്തിൻ യുവർ കൺട്രോൾ ആൻഡ് വാട്ട് ഇസ് ഔട്ട്സൈഡ് യുവർ കൺട്രോൾ, ആ സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറയും. അത് ദാറ്റ് യു ഹാവ് ടു ഫസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇസ് വാട്ട് യു ആർ ടെല്ലിംഗ് ഇസ് വിത്തിൻ യുവർ കൺട്രോൾ ആൻഡ് ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ബി ഡൺ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ അഷുറൻസ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ലാസ്റ്റ് ഡോണ്ട് ബി എഫക്റ്റഡ് യുവർ സെൽഫ്. ഇപ്പൊ യു ജസ്റ്റ് ഇമാജിൻ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ കരയാൻ തുടങ്ങി, അയ്യോ എനിക്കും കരച്ചിൽ വരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട്, ഐ ആം നോട്ട് ഏബിൾ ടു സജസ്റ്റ് എനിത്തിങ് ടു യു. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കുകയുള്ളൂ. അപ്പൊ ഡോണ്ട് ബി എഫക്റ്റഡ് യുവർ സെൽഫ്. ആരെങ്കിലും നിങ്ങളോട് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ലിസൺ വിത്ത് എ കാം മൈൻഡ്. ഇവൻ ഇഫ് യു ആർ ഫീലിംഗ് ലിറ്റിൽ സാഡ്, ഡോണ്ട് ഷോ ഇറ്റ് ഔട്ട്, മെയിൻറ്റെയിൻ എ കാം കമ്പോഷർ. അങ്ങനെ ഉണ്ടെങ്കിൽ യു വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഹെൽപ്പ് അതേഴ്സ്. Okay, we have come to the exactly half of the presentation. I will need another 15-20 minutes probably to wind up. And now we are going to discuss self-help strategies. അപ്പോൾ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നതിനുള്ള രണ്ട് ഉദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ദിസ് ആർ നോട്ട് ഓർഡിനറി ടൈംസ് അല്ലേ. നമുക്ക് ഉടനെ വിചാരിച്ച പോലെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് പാൻഡമിക് ദർ ആർ സോ മെനി റെസ്ട്രിക്ഷൻസ് ഇൻ മൂവ്മെന്റ് ആൻഡ് അൺനെസസറിലി യു ഡോണ്ട് വാണ്ട് ടു ഗോ ടു എ ഹോസ്പിറ്റൽ ഓൾസോ. അവിടെയൊക്കെ റിസ്ക് ഉണ്ട് ഇൻഫെക്ഷൻ്റെ. അപ്പോൾ ദിസ് ആർ ദ ടൈം വെൻ യു വാണ്ട് ടു മാക്സിമലി ഹാൻഡിൽ പ്രോബ്ലംസ് യുവർ സെൽഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഗോയിങ് ടു എ ഡോക്ടർ യു യുവർ സെൽഫ് ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്, എസ്പെഷ്യലി ഇഫ് ദ പ്രോബ്ലം ഇസ് വെരി മൈൽഡ്. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ മാതിരി സർക്കിൾ ഓഫ് കൺട്രോൾ നോക്കുക. അപ്പോൾ now in this COVID there are so many things which are not in our control അല്ലേ. അപ്പൊ അതാണ് outer situation. For example, I'll give some specific examples to make things clear. Your friend lost his job during the COVID, the company closed. It may not be a situation which you can control. You cannot do anything about that personally അല്ലേ. Then whether someone with COVID-19 will die, if one of your known person or your known family member is on ventilator due to COVID, you just have to believe that the hospital will give the best care അല്ലേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ, നമുക്കൊരു റോൾ ഇല്ല അതിൽ. പിന്നെ ഹൗ ദ ഗവൺമെന്റ് റെസ്പോൺസ് ടു COVID-19, എപ്പോൾ ലോക്ക്ഡൌൺ പിൻവലിക്കും, എപ്പോൾ സ്കൂൾസ് റീഓപ്പൺ ചെയ്യും, എക്കണോമിക്ക് വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അൺലെസ് യു ആർ പാർട്ട് ഓഫ് ദി ഗവൺമെന്റ് മെഷീനറി. മോസ്റ്റ് ഓഫ് us ആർ നോട്ട്. അപ്പൊ ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്കധികം കൺട്രോൾ ഇല്ല. പിന്നെ ഹൗ അതേഴ്സ് ആക്ട്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോയി ആരും മാസ്ക് ഇടുന്നില്ല, മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ തന്നെ മൂക്കിന്റെ താഴെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ ആരും ശരിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പോയപ്പോൾ ആരും കൈ കഴുകുന്നില്ല, അവിടെ നിന്ന് ആരും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഹൗ അതേഴ്സ് വിൽ ആക്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ബോധറേഷൻ അടിച്ച് സ്ട്രെസ് ആക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ദർ ഇസ് നോ യൂസ് ഓഫ് ഇറ്റ്, വി കനോട്ട് കൺട്രോൾ. അപ്പോൾ ഫസ്റ്റ് ഡിസൈഡ്, നമ്മൾ ആലോചിക്കുന്ന കാര്യം, സ്ട്രെസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം, വെദർ ഇറ്റ്സ് ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്. ഓൺ ദ അതർ ഹാൻഡ്, ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ. ഹൗ ഐ റെസ്പോണ്ട് ടു അതേഴ്സ്. അപ്പൊ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് പറയുകയാണെങ്കിൽ വെദർ ഐ വിൽ റെസ്പോണ്ട് പോസിറ്റീവ്ലി ഓർ ഐ വിൽ ഡിസ്റിഗാർഡ് ഇറ്റ്, അത് നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമാണ്.
whether you take adequate precautions, whether you are going out and maintaining distancing, whether you are going out and doing the masking, social, hand sanitizing, all those precautions, it is entirely in your control. There is no excuse. You have to do that because it is in your control. Then how I can follow healthy behaviors? If we discuss exercise, sleep, healthy behaviors, how you can follow so that you are in the best immunity that you can get, so that you don't fall prey to COVID-19. Then how I can be happy amidst all the negativity that is coming in, how I can choose to be happy എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മെയിൻലി പോകുന്നത്. I won't be discussing anything about all these factors which are outside our control because there is no point in discussing about that. I will only be focusing on the central aspect. വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ ഞാൻ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡാണ്. This is something that I use in many of my talks. Thoughts, emotions and behaviors. ഇതൊക്കെ ഇന്റർലിങ്ക്ഡ് ആണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. Our thoughts can influence our behaviors and emotions. Our behaviors can influence our thoughts and emotions. And our emotions can be influenced by our thoughts and behaviors. അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതലും ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഓഫീസിൽ ഒരു ബാഡ് ഡേ ആയിരുന്നു. നിങ്ങൾക്ക് വിചാരിച്ച പോലെ നിങ്ങളുടെ ബോസ് പറഞ്ഞ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന റെസ്പോൺസിബിലിറ്റി ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു. ദിസ് ഇസ് എ ഇൻസിഡന്റ്. നൗ യു സ്റ്റാർട്ട് ടു ഹാവ് നെഗറ്റീവ് തോട്ട്സ്. Maybe I am not an efficient worker. Maybe I have not had sufficient training or sufficient qualification for my job. Now this will reflect badly on my CV, on my annual performance appraisal report. My boss will take negative action. My salary will be cut. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നു. അത് കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരുന്നു. യു ഫീൽ സാഡ്, യു ഫീൽ ഗിൽറ്റി, ഐ ഫീൽ വറീഡ്, അങ്ങനത്തെയുള്ള ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് ഇതൊക്കെ കാരണം വരുന്നു. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. നോർമൽ ഡേയിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റേ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്ന് കളിക്കും, അല്ലെങ്കിൽ അവരോട് വർത്താനം പറയും, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരാളുള്ളതെന്ന് വെച്ചാൽ അവരോട് വർത്താനം പറയും, ഒരു കപ്പ് ചായ കുടിക്കും, ഒന്ന് ടി വി ഒക്കെ ഒന്ന് കാണും, എല്ലാവരും ജോക്കൊക്കെ അടിച്ച് സന്തോഷമായിട്ട് ഇരിക്കും. ബട്ട് ടുഡേ യു ഡിസൈഡ് നോ ഐ എം നോട്ട് ഇൻ ദ മൂഡ് ഫോർ ഓൾ ദിസ്. I have had a very bad day at work, so I am going to lie on the bed. I will curl in my blanket and I will not talk to anybody. But now you see how it is influencing your behavior. Thoughts, negative emotions, negative behaviors. This negative behavior കാരണം now you are not giving any opportunity for you to feel better. നിങ്ങൾ എന്തെങ്കിലും ചെയ്താലേ, നിങ്ങൾ എന്തെങ്കിലും സന്തോഷമായിട്ട് സംസാരിച്ചാലേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വെറുതെ പോയി കിടക്കുകയാണ്. യു ആർ നോട്ട് ഹാവിംഗ് ദ മൂഡ് ടു ഡു എനിത്തിങ് ടുഡേ. അപ്പോൾ ദാറ്റ് നെഗറ്റീവ് തോട്ട് വിൽ ബിൽഡ് ഓൺ യു. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദർ ഇസ് എ വിഷ്യസ് സൈക്കിൾ ഓഫ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ വാട്ട് ഇറ്റ് ഓൾസോ മീൻസ് ഇസ്, നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ തോട്ട്സും ബിഹേവിയേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് വിച്ച് ലീഡ് ഓൺ ടു ഡിപ്രഷൻ, സൂസൈഡ് ആൻഡ് ഓൾ, അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു കൺട്രോൾ നെഗറ്റീവ് തോട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് ഇമോഷൻസ്. വൺ ബൈ വൺ വി വിൽ ഡിസ്കസ് ആൻഡ് മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് എങ്ങനെയാണ് നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് മാനേജ് ചെയ്യുക. അതിന് ഒരേ ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് കോൾഡ് റീഫ്രെയിമിംഗ്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവ് തോട്ട്സ് ആക്കാൻ പറ്റും. അത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ചില എക്സാമ്പിൾസ് തരാം. നെഗറ്റീവ് തോട്ട്സ് ദാറ്റ് കം ഡ്യൂറിങ് ദ COVID-19 പാൻഡമിക് ആൻഡ് വാട്ട് ഇസ് ദ പോസിറ്റീവ് കൗണ്ടർ പാർട്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ COVID-19 പാൻഡമിക്കിൽ നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. ബിക്കോസ് വി ആർ സ്ട്രെസ്ഡ്. വെൻ വി ആർ സ്ട്രെസ്ഡ് ഓട്ടോമാറ്റിക്കലി ലോട്ട് ഓഫ് നെഗറ്റീവ് തോട്ട്സ് വിൽ കം ടു മൈ മൈൻഡ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി കുറേ നെഗറ്റീവ് തോട്ട്സ് ആണ് വരിക നമ്മുടെ മനസ്സിൽ. ബട്ട് സാധാരണ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ്, ഇപ്പൊ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഒരാൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ആ നെഗറ്റീവ് തോട്ട് അവർ ജഡ്ജ് ചെയ്യില്ല, അനലൈസ് ചെയ്യില്ല, അത് റീവാലുവേറ്റ് ചെയ്യില്ല, അത് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും. ഞാൻ ചില എക്സാമ്പിൾസ് തരാം. ആ നെഗറ്റീവ് തോട്ട്സ്, ഹൗ വി ക്യാൻ റീഫ്രെയിം ടു പോസിറ്റീവ് തോട്ട്സ്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് നെഗറ്റീവ് തോട്ട്: മീ ആൻഡ് മൈ ഫാമിലി ആർ ഡൂംഡ് ടു ക്യാച്ച് ദ വൈറസ് ആൻഡ് ഡൈ. ഇതൊരു കോമൺ നെഗറ്റീവ് തോട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് വരാവുന്ന ഒരു നെഗറ്റീവ് തോട്ടാണ്. അപ്പൊ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് അങ്ങനെ വിശ്വസിക്കും. വി ഡോണ്ട് ജഡ്ജ് ഇറ്റ്, വി ഡോണ്ട് അനലൈസ് ഇറ്റ്. ബട്ട് ഇഫ് യു സ്പെൻഡ് സഫിഷ്യന്റ് ടൈം അനലൈസിങ് ദിസ് തോട്ട്, ഇഫ് യു talk to experts, if you read up properly about what is COVID-19, what is SARS-CoV-2 virus, then you will understand ഇതിന്റെ പോസിറ്റീവ് കൗണ്ടർ പാർട്ട് തോട്ട്
കുറച്ചുകൂടി സയന്റിഫിക് തോട്ട്, കുറച്ചുകൂടി റാഷണൽ തോട്ട് എന്താണെന്നുള്ളത് ഇതാണ്. മോസ്റ്റ് പീപ്പിൾ ഹു ഗെറ്റ് ദ വൈറസ് റിക്കവർ. അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ പോസിറ്റീവ് കൗണ്ടർ പാർട്ട്. ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ വേൾഡ് ആസ് വി നോ ഇറ്റ്. ഇങ്ങനെ നെഗറ്റീവ് തോട്ട് പലരിലും ഇപ്പൊ ഞങ്ങളുടെ പേഷ്യൻസ് വന്നിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്, ലോകം അവസാനിച്ചു, ഇനി ഒരിക്കലും ലോകം തിരിച്ചു പോലെ പോവില്ല എന്നുള്ളത്. ബട്ട് again, if you spend time sufficiently analyzing, talking to experts, you will understand that one day the pandemic will end. In fact, before, this is not the first pandemic that came to the world. Previously also there have been epidemics. All epidemics come to an end and the world will go on. The show will go on. Appa adana inde positive counterpart. Now, as a small homework, ഞാൻ ചില നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് പറയാം. അതിന്റെ പോസിറ്റീവ് കൗണ്ടർ പാർട്ട് ഞാൻ പറയില്ല. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അതിന്റെ പോസിറ്റീവ് കൗണ്ടർ പാർട്ട് ഇപ്പോഴോ അല്ലെങ്കിൽ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിച്ച് you can get the positive counterpart. I am completely helpless. This will never get better. This situation will never get better. If I go outside, I will expose myself to the coronavirus and I will inevitably contract it. പുറത്തേക്ക് പോയാൽ ഉടനെ എനിക്ക് കൊറോണ വൈറസ് പിടിക്കും. The economy will shut down and everybody will lose their job. ഇതൊക്കെ വരാവുന്ന ചില കോമൺ നെഗറ്റീവ് തോട്ട്സ് ആണ്. I leave it to you to get positive counterpart. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഐ റിക്വസ്റ്റ് ദ പാർട്ടിസിപ്പൻസ് ടു മ്യൂട്ട്. സോ നൗ വി ഹാവ് ഫിനിഷ്ഡ് തോട്ട്സ്. നൗ വി കം ടു ബിഹേവിയർ. നൗ ബിഹേവിയർസിൽ നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് തിങ്, ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. ഈ സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അതിന് ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്. നമുക്ക് വി ഫീൽ എക്സോസ്റ്റഡ് ദ നെക്സ്റ്റ് ഡേ, ദെൻ വി ഫീൽ അൺഎബിൾ ടു മാനേജ് ദ ഡ്യൂട്ടീസ്. ബിക്കോസ് ഓഫ് ദാറ്റ്, ഞാൻ പറഞ്ഞ മാതിരി, ഇഫ് യു ഡോണ്ട് ഫീൽ ഗുഡ് അറ്റ് വർക്ക്, ദെൻ വി ഫീൽ ഇൻഅഡിക്വേറ്റ്, ദെൻ വി സ്റ്റാർട്ട് വറിയിങ് മോർ. The worry further leads to sleep deprivation. അപ്പോൾ ഇങ്ങനെ അത് ബ്രേക്ക് ചെയ്യണം by getting good sleep. Now there is another reason also why during the pandemic you must get good sleep. ഇതൊക്കെ benefits of sleep ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. Boosts your sex drive, keeps your heart healthy, boosts your creativity, improves your memory. But look at these two. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ടോപ്പിക്കിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള രണ്ട് അഡ്വാൻറ്റേജസ് ആണ് ഇത് സ്ലീപ്പിന്റെ. അതായത് ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്. നമ്മളൊക്കെ പറയില്ലേ, ഗുഡ് നൈറ്റ് സ്ലീപ്പ് ക്യാൻ റെഡ്യൂസ് സ്ട്രെസ്. നാളെ രാവിലെ ആലോചിക്കാം, ഉറക്കം കഴിഞ്ഞിട്ട് ആലോചിക്കാം, എന്തെങ്കിലും ഐഡിയ കിട്ടുന്ന പറയില്ല. അത് തന്നെ വളരെ സത്യമാണ് അതിൽ. ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് വി ആർ ഏബിൾ ടു തിങ്ക് മോർ ക്ലിയർലി. ബട്ട് ലുക്ക് അറ്റ് ദിസ്, ഗുഡ് സ്ലീപ്പ് ബൂസ്റ്റ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. So therefore, never compromise on your sleep during this COVID pandemic. If you sleep less, then you are actually compromising your immune system and നിങ്ങൾക്കപ്പോൾ കൂടുതൽ ചാൻസസ് ആണ് കോവിഡ് വരാനായിട്ട്. അപ്പോൾ you should never do that, അല്ലേ? അപ്പോൾ ടിപ്സ് ഫോർ ഗുഡ് സ്ലീപ്പ്: keep a regular sleep and wake time schedule. അപ്പോൾ you should think, അപ്പോൾ one day you are going to bed at 9 p.m, next day you are going to bed at 12 a.m. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. Keep a regular sleep and wake time schedule. അപ്പോൾ that way ആ ഒരു ടൈം, ബെഡ് ടൈം റെഗുലർ ആയിട്ടുണ്ടെങ്കിൽ ആ ബെഡ് ടൈം ആകുമ്പോൾ ബോഡിക്ക് തന്നെ അറിയാം, ഓക്കെ ഇപ്പോൾ ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ ആ ബോഡി തന്നെ ഒരു സിഗ്നൽസ് ഒക്കെ തന്നു തുടങ്ങും. യു വിൽ ഫീൽ ബെറ്റർ സ്ലീപ്പ് ഡ്യൂറിങ് ദാറ്റ് ടൈം. പിന്നെ അവോയ്ഡ് സ്ക്രീൻ എക്സ്പോഷർ അലേർട്ടിംഗ് ആക്ടിവിറ്റീസ് ബിഫോർ ബെഡ് ടൈം. ഇപ്പൊ നൗ ഐ എം ഗെറ്റിംഗ് സോ മെനി പേഷ്യൻസ്. അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ എടുത്തിട്ട് അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽസോ അല്ലെങ്കിൽ ഇപ്പോൾ വല്ല എന്തെങ്കിലും വല്ല കോമഡി പ്രോഗ്രാംസോ ഒക്കെ കണ്ട് അങ്ങനെ ഉറങ്ങാം. അത് നല്ലതായിരിക്കാം ഫോർ റിലാക്സിങ് യുവർ മൈൻഡ് ടു വാച്ച് കോമഡി മേ ബി ഗുഡ്. പക്ഷെ ഇത് സ്ക്രീനിൽ കൂടി കാണുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൊബൈൽ സ്ക്രീനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ആക്ട്സ് ഓൺ യുവർ പീനിയൽ ഗ്ലാൻഡ്. ദർ ഇസ് എ ഗ്ലാൻഡ് ഇൻ ദ ബോഡി കോൾഡ് പീനിയൽ ഗ്ലാൻഡ്. അതാണ് മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്, which is responsible for inducing sleep in you. But the blue light, what it does is it confuses the pineal gland and it stops secreting the melatonin. So you are actually harming your chances of sleep by going to bed by looking at the screen for a long time. So avoid screen exposure activities at least 1 hour before bedtime. If you can cut it, it will be very nice. At the same time, remove alerting activities before bedtime. But don't argue with someone on WhatsApp or Facebook before going to bed. അതൊക്കെ നമ്മളെ മെന്റലി സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ സ്ലീപ്പിനെ എഫക്ട് ചെയ്യും. പിന്നെ എക്സസൈസ് ക്ലോസർ ടു വേക്ക് ടൈം. ഇഫ് യു ഹാവ് എൻ ഓപ്ഷൻ, നമ്മളൊക്കെ മോർണിംഗ് നിങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇഫ് യു ഹാവ് എൻ ഓപ്ഷൻ, പ്ലീസ് എക്സസൈസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ദാറ്റ് വേ യു ആർ ടെല്ലിംഗ് യുവർ ബോഡി നൗ ഇറ്റ് ഇസ് ടൈം ടു ബി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഡേ. ആൻഡ് ആഫ്റ്റർ, അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ സഫിഷ്യന്റ് നമ്പർ ഓഫ് അവേഴ്സ് പാസ് ആഫ്റ്റർ എക്സസൈസ്, ദ ബോഡി വിൽ ഓൾസോ സ്റ്റാർട്ട് ടു ഫീൽ സ്ലീപ്പി. ഫൈനലി, ഡു നോട്ട് ക്ലോക്ക് വാച്ച്. അപ്പൊ ഇതൊരു കോമൺ എന്താ പറയാ ഒരു മിസ്റ്റേക്ക് ആണ് എല്ലാവരും ചെയ്യുന്നത്. ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ക്ലോക്ക് വെക്കും. അപ്പൊ ഉറങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ 10 മണിയായി, ഇപ്പൊ 10:30 ഇപ്പൊ 11 മണിയായി, എനിക്ക് ഇനിയും ഉറക്കം വന്നിട്ടില്ല, അയ്യോ എനിക്ക് ഇനിയും ഉറക്കം വന്നിട്ടില്ല. യു സ്റ്റാർട്ട് പുട്ടിംഗ് പ്രഷർ ഓൺ യുവർ സെൽഫ് ടു സ്ലീപ്പ്. അപ്പൊ ആദ്യം തന്നെ ക്ലോക്കോ ഇസ് ദർ എനി മൊബൈൽ ഫോൺ ഓൾസോ യു ക്യാൻ സീ ദ ടൈം, അല്ലെ ദീസ് ഡേയ്സ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വെന്യൂസ് ഫോർ വാച്ചിങ് ടൈം ഉണ്ടെങ്കിൽ അതൊക്കെ ബെഡ്റൂമിൽ നിന്ന് റിമൂവ് ചെയ്യാം. സെക്കൻഡ്, ഗെറ്റ് റെഗുലർ എക്സസൈസ്.
But that's very important because exercise increases endorphins, which is the body's own stress buster chemical. Endorphins, enkephalins, അതൊക്കെ ബോഡിയുടെ സ്വന്തം സ്ട്രെസ് ബസ്റ്റർ കെമിക്കൽസ് ആണ്. അത് ലോവേഴ്സ് ഓൾസോ ദി ഹോർമോൺ കോൾ കോർട്ടിസോൾ. അപ്പോൾ ടു മച്ച് ഓഫ് കോർട്ടിസോൾ ഇസ് നോട്ട് ഗുഡ്. അതാണ് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ബിൽഡപ്പ് ആവും. അതൊക്കെ എക്സസൈസ് കുറയ്ക്കും. അപ്പോൾ ഇറ്റ് ഇസ് ടൈം ടു ഗെറ്റ് അപ്പ് ആൻഡ് ഡു സം റെഗുലർ എക്സസൈസ്. ഇറ്റ് കുഡ് ബി വാക്കിംഗ്, സിമ്പിൾ വാക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് ചെയ്യാൻ സംവിധാനമില്ല, യു ആർ നോട്ട് ഏബിൾ ടു ഗോ ഔട്ട് ബിക്കോസ് ഓഫ് ദ പാൻഡമിക് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിലത്തെ ടെറസിൽ പോയി കുറച്ച് നേരം നടന്നാലും അത് മതി. Now, even if you are not able to go to the terrace, there are innovative ways to do exercise. അപ്പോൾ ഈ രണ്ട് ലേഡീസിനെ നിങ്ങൾ നോക്കൂ, they are actually dancing. പക്ഷേ you can see that they are dancing with each other through using some video chat platform on the laptop. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഇങ്ങനത്തുള്ള വീഡിയോ ചാറ്റ് പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ അമേരിക്കയിൽ ഇരിക്കുന്ന ഫ്രണ്ടോ അല്ലെങ്കിൽ ഈ നാട്ടിലിരിക്കുന്ന ഫ്രണ്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം, ഈ രണ്ട് ലേഡീസ് ചെയ്യുന്ന പോലെ. അപ്പോൾ യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. അവോയ്ഡ് സബ്സ്റ്റൻസ് യൂസ്. അപ്പോൾ വൺ ഓഫ് ദ കോമൺ വേസ് ഇൻ വിച്ച് വി ഓൾ കോപ്പ് വിത്ത് സ്ട്രെസ്, എസ്പെഷ്യലി മെയിൽസ്, അവരൊക്കെ ഒന്നില്ലെങ്കിൽ സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കും. അപ്പൊ ഇതൊരു ഹെൽത്തി അല്ല, ബിക്കോസ് എസ്പെഷ്യലി ഈ രണ്ട് സബ്സ്റ്റൻസും ആൽക്കഹോൾ ആൻഡ് നിക്കോട്ടിൻ ലോവേഴ്സ് യുവർ ഇമ്മ്യൂണിറ്റി. എസ്പെഷ്യലി സ്മോക്കിംഗ് അഫക്ട്സ് ദ ലങ്സ് ആൻഡ് വി ഓൾ നോ കോവിഡ് ഓൾസോ അഫക്ട്സ് ദ ലങ്സ്. അപ്പൊ ഈ സമയത്ത് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പൊ ഈ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കരുത്. പകരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സ്ലീപ്പ്, എക്സസൈസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡയറ്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. റെഡ്യൂസ് സ്ക്രീൻ ടൈം ഓർ മീഡിയ എക്സ്പോഷർ. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരുപാട് ടി വി കാണാം, ന്യൂസ് കാണാം. പക്ഷെ വാട്ട് ഡു യു ഗെറ്റ് ഓൺ ദ ടി വി? നിങ്ങൾ ടി വി ഓൺ ചെയ്താൽ തുടക്കം തൊട്ട് അവസാനം വരെ ഇത്ര പേര് പോസിറ്റീവായി, ഇത്ര പേര് ക്വാറന്റൈനായി, ഇത്ര പേർക്ക് ജോലി പോയി നാട്ടിലേക്ക് തിരിച്ചു വന്നു, ഇത്ര പേര് മരിച്ചുപോയി, അങ്ങനത്തെ ഉള്ള ന്യൂസ് ആണ്. അപ്പൊ എവറി ഡേ ലിസണിങ് ടു ദീസ് കൈൻഡ് ഓഫ് ന്യൂസ് ബിയോണ്ട് എ പോയിന്റ് സെർവ്സ് നോ പർപ്പസ്. അപ്പൊ യു ഹാവ് ടു reduce, limit exposure to TV, maybe 10 minutes in the morning and 10 minutes in the evening, only listen to the headlines. അങ്ങനെ എന്തെങ്കിലും ഒരു അപ്രോച്ച് നിങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഓൾസോ ഡ്യൂറിങ് ദിസ് ടൈം യു ഷുഡ് ബി വെരി വിജിലന്റ് അബൌട്ട് ഫേക്ക് ന്യൂസ്. ഈ ഒരുപാട് എസ്പെഷ്യലി വാട്ട് ഇസ് കമ്മിങ് ഓൺ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ആൻഡ് ഈവൻ ന്യൂസ് പേപ്പേഴ്സ് ഓൾസോ, മെനി ഓഫ് ദ ന്യൂസ് ഇസ് നോട്ട് വെരിഫൈഡ്. അപ്പോൾ ഓൺലി ഗോ ഫോർ ജെനുവിൻ വെബ്സൈറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ്, അല്ലെങ്കിൽ UAE ഗവൺമെന്റിന്റെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ CDC വെബ്സൈറ്റ് എന്നൊക്കെ പറയും, മറ്റേ സെൻട്രൽ ഡിസീസ് കൺട്രോൾ ഓർഗനൈസേഷന്റെ. അങ്ങനത്തെ ഉള്ള ജെനുവിൻ വെബ്സൈറ്റ്സ് എന്നുള്ള ന്യൂസ് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ബി വെരി വിജിലന്റ് അബൌട്ട് ഫേക്ക് ന്യൂസ്. ആൻഡ് ഈ കൂടുതൽ ഈ ടിവിയും അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യു വിൽ ഗെറ്റ് മോർ ടൈം. അപ്പൊ അങ്ങനത്തെ ഉള്ള ടൈം യു റിപ്ലേസ് വിത്ത് സോഷ്യൽ ഇന്ററാക്ഷൻ. It could be interaction through the screen also. For example, we recently, what we did is we had a batch get together of all our batchmates of MBBS. It was very nice to meet them and talk to some old friends, renew some contacts. It makes you feel better, it reduces your stress levels, and it will be very, very good for you during the pandemic. And finally, you also have to reduce screen time, media exposure, to be a role model for your children or നിങ്ങളുടെ പിയേഴ്സ്. ഇപ്പൊ നമ്മുടെ കുട്ടികളോട് പറയണം അധികം നേരം സ്ക്രീനും നോക്കരുത്, അധികം നേരം മൊബൈൽ ഫോണിൽ ചെലവഴിക്കരുത്. പക്ഷെ നമ്മൾ തന്നെ അത് ചെയ്യണമെങ്കിൽ then it is we are not providing a role model for our children. അപ്പോൾ if we want our family members to to show the change, then we ourselves should be a role model. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. Then eat healthy. It's very important. ഈ സമയത്ത് നമ്മൾ ഹെൽത്തി ഫുഡ് ഈറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഈറ്റ് മോസ്റ്റ്ലി പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ്. അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈറ്റ് ലീൻ പ്രോട്ടീൻസ്, എസ്പെഷ്യലി ലൈക്ക് പോൾട്രി അല്ലെങ്കിൽ ഫിഷ് കമ്പയർഡ് ടു റെഡ് മീറ്റ്. അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് എന്തൊക്കെയാണ്? അവോയ്ഡ് ഷുഗർ സ്വീറ്റൻഡ് ബെവറേജസ്, ആൽക്കഹോൾ, പാക്കേജ്ഡ് ഫുഡ്സ്, ജങ്ക് ഫുഡ്. ഇതൊക്കെ വളരെ എളുപ്പമാണ് നമുക്കിപ്പോൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒക്കെ ഓർഡർ ചെയ്തതൊക്കെ കഴിക്കാനായിട്ട്, ബിക്കോസ് ദേ ആർ റീഡിലി അവൈലബിൾ. But I am not going to spend time talking about the health risks of junk food. അതൊക്കെ നിങ്ങൾക്ക് അസലായിട്ട് അറിയാവുന്നതാണ്. But during COVID time, there is another reason why you should avoid junk food. ഈ junk food, for example, burgers, cola, അങ്ങനത്തെയുള്ള ഫുഡിലൊക്കെ there are something called trans fatty acids. ആ ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ പോയിട്ട് ഈ ഹെൽത്തി ആയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയും, അത് റിപ്ലേസ് ചെയ്തിട്ട് ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് കയറുകയാണ് സെൽ മെംബ്രെയിൻസിൽ, ന്യൂറോണൽ മെംബ്രെയിൻസിന് അത് പകരം. ദാറ്റ് ഹാസ് എ ലോട്ട് ഓഫ് കോൺസിക്വൻസസ് ഓൺ യുവർ ബ്രെയിൻ. നിങ്ങളുടെ ന്യൂറോണൽ ട്രാൻസ്മിഷൻ സ്ലോ ഡൗൺ ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും നിങ്ങൾക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് യു അവോയ്ഡ് ഓൾ ദീസ് ഫുഡ്സ്.
Now we talked about thoughts, we talked about how to indulge in healthy behaviors. Now the last part, we are going to managing emotions. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? വി ഓൾറെഡി ഡിസ്കസ്ഡ് നെഗറ്റീവ് തോട്ട്സും ബിഹേവിയേഴ്സും മാനേജ് ചെയ്താൽ തന്നെ കുറേയൊക്കെ ഇമോഷൻസ് ഇംപ്രൂവ് ആവും ബിക്കോസ് ഓഫ് ദ ലിങ്ക് ബിറ്റ്വീൻ തോട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് ഇമോഷൻസ്. But there are also two techniques which I will discuss, which you can directly handle negative emotions. One technique is called deep breathing. Appo idu valare simple aanu. As the name suggests, you just have to take some deep breath. Appo you count till 1 to 3 and you inhale. At the same time, you count from 1 to 6 and you exhale. Valare simple aanu. Idoru 5 cycle cheytha madi. This what it does is, idu cheyyumba nammude ബോഡിയിൽ ഒരുപാട് ഓക്സിജൻ ഫ്ലോ ചെയ്യും. ലോട്ട് ഓഫ് മസിൽസിന്റെ ടൈറ്റ്നസ് ഒക്കെ കുറഞ്ഞ് മസിൽസ് ഒക്കെ കുറച്ചുകൂടി റിലാക്സ് ആവും. ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഹാപ്പൻ ഇൻ യുവർ ബോഡി ബിക്കോസ് ഓഫ് ദിസ് വെരി സിമ്പിൾ എക്സസൈസ്. അറ്റ് ദ സെയിം ടൈം, ദിസ് സ്ട്രാറ്റജി മേ നോട്ട് സൂട്ട് എവറിബഡി. ഫോർ എക്സാമ്പിൾ, സം ഓഫ് മൈ പേഷ്യൻസ് അവർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഡീപ് ബ്രീതിങ് ചെയ്തിട്ട് അവർക്ക് പറ്റുന്നില്ല, അവർക്ക് എന്തോ ഒരു വയറിലൊക്കെ ഒരു പിടുത്തം പോലെയൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ടൈം അത് നോക്കുമ്പോൾ അത് റോങ് ടെക്നിക്കൽ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ വാച്ച് യൂട്യൂബ് വീഡിയോസ് ഓഫ് ഹൗ ടു ഡു ഡീപ് ബ്രീതിങ് ആൻഡ് ഡു ഇറ്റ്. ബട്ട് സ്റ്റിൽ, if this you are following this and it's not comfortable for you, don't do it. You can try another technique called diaphragmatic breathing. Appo I think you all may be knowing there is a muscle in the body called diaphragm. Ee diaphragm nu parayunnathu adoru muscle aanu that keeps moving up and down when you breathe normally. ഈ ഡയഫ്രമിന് ചില നെർവ്സ്, പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നതും ബ്ലഡ് പ്രഷർ കൂടുന്നതും നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതൊക്കെ സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, നമുക്ക് വയറിളക്കം പിടിക്കും നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ. അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് കണക്ഷൻ ഓഫ് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം വിത്ത് GI, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം. അപ്പോൾ ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി നമുക്ക് കുറയ്ക്കാനും അറ്റ് ദ സെയിം ടൈം പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൂട്ടാനും. ഡയഫ്രമിന് പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഇന്നർവേഷൻ ഉണ്ട്. അപ്പോൾ ഡയഫ്രം മൂവ് ചെയ്യുമ്പോൾ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അത് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ കുറച്ച് സ്ട്രെസ് ലെവൽസ് കുറയ്ക്കും. അപ്പോൾ ഹൗ ടു ഡു ഡയഫ്രമാറ്റിക് ബ്രീതിങ്? അപ്പോൾ വെരി സിമ്പിൾ. ഇത് ജസ്റ്റ് യു ഹാവ് ടു ലൈ ഡൗൺ. യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ സിറ്റിംഗ് പൊസിഷൻ ഓൾസോ, ബട്ട് ലൈയിങ് ഡൗൺ ഇസ് ബെറ്റർ. അപ്പോൾ ലൈ ഡൗൺ വിത്ത് 2 pillows under the head, 2 pillows under the knee if possible. Then take deep breath through the nose. Now, while doing that, keep one hand on the abdomen and keep one hand on the chest. And when you breathe in, the hand on the abdomen should move up. The hand on the chest remains static. This is the correct technique. So once again, you take a deep breath through the nose while lying down. The hand on the abdomen, keep one hand on the abdomen, one hand on the chest. When you are breathing in, the hand on the abdomen moves up. The hand on the chest remains static. Then breathe out. When you breathe out, the hand on the abdomen moves down. So what is actually happening is when the hand on the abdomen moves up, when you take deep breath, our diaphragm nu parna muscle, it is going down. Adu down aayittu move cheyana. Conversely, നമ്മൾ breathe out ചെയ്യുമ്പോൾ നമ്മളുടെ കൈ ഉള്ളിലേക്ക് പോകുമ്പോൾ diaphragm is moving up. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇങ്ങനെ breathe ചെയ്യുമ്പോൾ diaphragm is moving up and down like a piston. ഒരു piston effect ആണ് അതിന്. അപ്പോൾ ആ സമയത്ത് പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൂടും ആൻഡ് ദ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവിറ്റി കുറയും. നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾക്ക് റിലീവ് ചെയ്യാൻ പറ്റും. യു സ്റ്റാർട്ട് ടു ഫീൽ മച്ച് ബെറ്റർ ഇഫ് യു ഡു ദിസ് ഓൺ എ റെഗുലർ ബേസിസ്, മോർണിംഗ് വൺസ്, ഈവനിങ് വൺസ്. ഓക്കെ, ഐ ഹാവ് കം ടു ദ എൻഡ് ഓഫ് മൈ പ്രസന്റേഷൻ. ഫൈനൽ ഫ്യൂ സ്ലൈഡ്സ് ആണിത്. നമ്മളിപ്പോൾ കുറേ ടെക്നിക്സ് ഡിസ്കസ് ചെയ്തു, തോട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് ഇമോഷൻസിനുള്ളത്. ബട്ട് at the end, what I want to say is, നമുക്കൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അഡ്വേഴ്സിറ്റീസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിച്ച ടെക്നിക്ക് എന്താണോ, സെയിം തിങ് യു യൂസ് നൗ. യു നോ ബെറ്റർ ദാൻ എനിബഡി എൽസ്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ പല സ്ട്രെസ്സും കടന്നിട്ടാണ് ഈ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് ലൈഫിന്റെ. അപ്പൊ വാട്ട് ഡിഡ് യു ഡു ഏർലിയർ ഡ്യൂറിംഗ് ടൈംസ് ഓഫ് സ്ട്രെസ് ദാറ്റ് വർക്ക് ഫോർ യു? അത് ആലോചിച്ച് അത് ചെയ്യാം. ഇറ്റ് കുഡ് ബി മെഡിറ്റേഷൻ, ഇറ്റ് കുഡ് ബി സം സ്പോർട്സ് ആക്ടിവിറ്റീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ഡു ദാറ്റ്. അതാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യേണ്ടത്. Just to 2 slides on apps, because ഇതിന് കുറച്ച് ആപ്സ് ഒക്കെ ഉണ്ട്. Now there is an app for everything. There is also an app for stress reduction. 2 ആപ്പ് ആണ്. ഒന്ന് which I will recommend. One is called Headspace. അത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെക്നിക്സ് ലൈക്ക് മൈൻഡ്ഫുൾനെസ്, എന്താ പറയുക, ഡയഫ്രമാറ്റിക് ബ്രീതിങ്, സ്ലീപ്പ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, അതൊക്കെ ഗുഡ് സ്ലീപ്പ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗൈഡൻസ് പോലെ തരുന്ന ഒരു ആപ്പാണ് Headspace. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. The next is breathe to relax. ഇത്
വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിനെ കുറിച്ച് മാത്രം നിങ്ങൾക്കൊരു കോച്ചിങ് വേണമെങ്കിൽ ഈ ആപ്പ് അതിന് ഹെൽപ്പ് ചെയ്യും. You can easily download and install it from the Play Store and use this Breathe to Relax app. ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയും പോകണ്ട, നിങ്ങൾക്ക് ആരുടെയും ഗൈഡൻസ് വേണ്ട, നിങ്ങൾക്ക് ഒരു ഡോക്ടറെ ഒന്നും കാണണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ this will coach you to do the techniques properly and you can reduce your stress. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയം ഉണ്ടാവും നിങ്ങൾ ക്വാറന്റൈൻഡ് ആവുമോ എന്നുള്ളത്. ക്വാറന്റൈൻഡ് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കപ്പോൾ 14 days കൊട്ടോട്ടി ബോറടിക്കില്ലേ, എനിക്ക് എന്ത് ചെയ്യാം? അപ്പൊ ദിസ് ഇസ് എ ഗുഡ് റിസോഴ്സ് കോൾഡ് 14-day വെൽബീയിങ് ഡയറി. ഈ ലിങ്ക് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജീസ് ഒക്കെ അവരൊന്നും കൂടി ഓർഗനൈസ് ചെയ്ത് Day 1, Day 2, Day 3 എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർഗനൈസ്ഡ് ഫാഷനിൽ ഇട്ട് തരും. അത്രേ ഉള്ളൂ. So that's it. That's all I have for you. So to conclude, stress, anxiety, worry and fear ഇതൊക്കെ നോർമൽ റിയാക്ഷൻസ് ആണ് ഡ്യൂറിങ് എ പാൻഡമിക് ടൈം. ബട്ട് വി ഹാവ് ടു റെക്കഗ്നൈസ് ദ വാർണിംഗ് സൈൻസ് ഓഫ് സ്ട്രെസ്, ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡ്. അത് കൂടുതലാവാതെ നോക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള വാർണിംഗ് സൈൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സൂയിസൈഡൽ ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ നൗ വി നോ ദ വാർണിംഗ് സൈൻസ്. അപ്പൊ നെക്സ്റ്റ് സൂയിസൈഡൽ ആയിട്ടുള്ള ആളാണെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. ഒരു 5 minutes 10 minutes എങ്കിലും ടോക്ക് ചെയ്താൽ തന്നെ ദാറ്റ് പേഴ്സൺ വിൽ ഫീൽ മച്ച് ബെറ്റർ. ടെൽ ഹിം ഓർ ഹെർ ദാറ്റ് മോസ്റ്റ് സച്ച് ഫീലിംഗ്സ് ആർ ടെമ്പററി and that you are there for that person, you will stay with that person എന്നുള്ളത്. And at the same time നമ്മൾ ചില ടെക്നിക്സ് ഡിസ്കസ് ചെയ്തു, ലൈക്ക് റീഫ്രെയിമിംഗ് നെഗറ്റീവ് തോട്ട്സ്, ഫോളോയിങ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിഹേവിയേഴ്സ് ആൻഡ് പ്രാക്ടീസിംഗ് ടെക്നിക്സ് ലൈക്ക് ഡീപ് ബ്രീത്തിങ്. അപ്പോൾ അത് ചെയ്യാം. And finally, do not neglect your mental health. Only if you are mentally healthy, then you can help others. അല്ലേ? അപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യേണ്ടതും നമുക്ക് വേണ്ടി മാത്രമല്ലെങ്കിൽ പോലും ഇറ്റ്സ് എ ഡ്യൂട്ടി ദാറ്റ് വി ഹാവ് ടുവേർഡ്സ് ദ ഫാമിലി ആൻഡ് സൊസൈറ്റി ദാറ്റ് വി ലുക്ക് ആഫ്റ്റർ അവർ ഓൺ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. വി ഓൾ നോ, ഡോക്ടേഴ്സ് ഒക്കെ റെഗുലർ അഡ്വൈസ് ചെയ്യുന്നതാണ് എല്ലാം. ബട്ട് മെന്റൽ ഹെൽത്ത് ഇസ് ഓഫൺ നെഗ്ലക്റ്റഡ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ എന്നുള്ളത് വിശ്വസിക്കുന്നു. I have to acknowledge the inputs given by Dr. Shahul Amin, who is a person whom I work closely with, and he's a consultant psychiatrist in St. Thomas Hospital, Chettipura. ഇത് ചില യൂസ്ഫുൾ റിസോഴ്സസ് ആണ്. അപ്പോൾ I will be sharing. I have asked the organizers to share the slides. അതിന്റെ PDF നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഈ റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇതൊക്കെ വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് റീഡ് ചെയ്യാം, കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. These are some photos from the institute where I work, and with that I will close. Thank you so much for a patient listening, and I am open to questions now. I hope I have adhered to time. നമ്മൾ 7:15 ആണ് സ്റ്റാർട്ട് ചെയ്തത് after the 10-minute this thing and the 5-minute this thing. So I hope that's okay. It was right on target, correct timing ആയിരുന്നു. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കാം. പക്ഷേ to the point, നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കേണ്ട, to the point ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർക്കാന്ന് വെച്ചാൽ ചോദിക്കാം പ്ലീസ്. ചാറ്റ് വിൻഡോയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫ്രം മിസ്റ്റർ മുരളി. ക്യാൻ വി ഗെറ്റ് ദ പ്രസന്റേഷൻ ആഫ്റ്റർ ദിസ് ക്ലാസ്? അപ്പോൾ യെസ്, ഷുവർലി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഐ ഹാവ് ഷെയർഡ് ദി പ്രസന്റേഷൻ ഓൾറെഡി. രാജേട്ടനായിട്ട് ഞാൻ പ്രസന്റേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. രാജേട്ടൻ, യു ക്യാൻ ഷെയർ ദ PDF slides with everybody. കേട്ടോ? പ്ലീസ് എന്താ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് പ്ലീസ് ദയവേത് ചോദ്യങ്ങൾ ചോദിച്ചോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ എഴുതി ചോദിക്കണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. Good evening, Doctor. It was an excellent presentation. Thank you so much for your time. Mass suicide attempt, family, the whole family is committing suicide. So how to recognize that? അത് ആക്ച്വലി ഫാമിലി സൂയിസൈഡിൽ സാധാരണ ഒരു ഇനീഷ്യേറ്റർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കാണുകയാണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി നമ്മൾ വായിച്ചിരിക്കുന്ന എന്താണ്, ഒരു അമ്മ 2 ചെറിയ കുട്ടികൾ. അപ്പോൾ 2 ചെറിയ കുട്ടികൾക്ക് വിഷം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മയും മരിച്ചു. 2 കുട്ടികൾ മരിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ആ അമ്മയും കൂടി വിഷം കഴിക്കുക. അല്ലെങ്കിൽ അമ്മ എങ്ങാനും മരിച്ചിട്ട് ആ കുട്ടികൾ ജീവിക്കണമെങ്കിൽ അതും അമ്മയ്ക്ക് വിഷം. അപ്പോൾ നമ്മൾ ആ ഇനീഷ്യേറ്ററെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾവേസ് ഫോർ എക്സാമ്പിൾ വി ഹാവ് ടു ഐഡന്റിഫൈ ഹൂ ഇസ് ലൈക്ലി ടു ബി ദ മോസ്റ്റ് ഡിസ്റ്റർബ്ഡ് പേഴ്സൺ ഇൻ ദി ഫാമിലി. അപ്പോൾ ആ ഒരു പേഴ്സണെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ അപ്രോച്ച് നീങ്ങാനായിട്ട്. ബിക്കോസ് ഇഫ് യു ക്യാൻ പ്രിവെന്റ് ദാറ്റ് 1% ഫ്രം ഡൂയിങ് സൂസൈഡ്, 90% of the time you will prevent the entire family from committing suicide. Thank you. Okay, next ചോദിക്കൂ. ഞാൻ ചോദിക്കാം. സാർ, എൻ്റെ പേര് ഗഫൂറാണ്. ചോദ്യം ചോദിക്കുന്ന ആള് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കും ഒന്ന് നന്നായിരുന്നു ഒന്ന് മനസ്സിലാക്കാനായിട്ട്. ജസ്റ്റ് യു ക്യാൻ ടെൽ യുവർ നെയിം ആൻഡ് ദ ക്വസ്റ്റ്യൻ. എൻ്റെ പേര് ഗഫൂറാണ്. ഓക്കെ, കേൾക്കാവുന്നല്ലോ? ഓക്കെ സാർ, എൻ്റെ സംശയം എന്ന് പറയുന്നത്, ഈ
നമ്മൾക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ള ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ അവർക്കൊരു പ്രൊഫഷണൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഫസ്റ്റ് സൈക്കോളജിസ്റ്റിന്റെ അടുത്താണോ അതോ സൈക്യാട്രിസ്റ്റിന്റെ അടുത്താണോ നമുക്ക് ആദ്യം അവരെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും പ്ലസ് ഈ സിംറ്റംസ് ഒക്കെ സാറ് പറഞ്ഞപ്പം ഇതൊക്കെ അറിയാവുന്ന ആളുകൾ മീൻസ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തും ഇപ്പൊ നമ്മൾ ഡാറ്റാസ് ഒക്കെ നോക്കുമ്പോൾ സൈക്യാട്രിസ്റ്റ് വരെ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥകളുണ്ട്. ഇപ്പം കണക്കുകളൊക്കെ നോക്കുമ്പോൾ 100 സൈക്യാട്രിസ്റ്റ് ഏകദേശം ഒരു 10,000 സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഫോർ യുവർ ഇൻഫർമേഷൻ, അമംഗ് ഓൾ ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് റേറ്റ് ഓഫ് സൂസൈഡ് ഹയസ്റ്റ് അനസ്തീഷ്യോളജിസ്റ്റിലും സെക്കൻഡ് സൈക്യാട്രിസ്റ്റിലുമാണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് ദാറ്റ് കുറുന്തോട്ടിക്കും വാദം വരാം. അതെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ആ ഒരു ചോദ്യം കൂടിയാണ് എനിക്കുള്ളത്. ഓ യെസ്, ഐ ആം ഹാപ്പി ടു ആൻസർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സൈക്യാട്രിസ്റ്റിന്റെ അടുത്താണോ സൈക്കോളജിസ്റ്റിന്റെ അടുത്താണോ കൊണ്ടുപോകേണ്ടതെന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ലെറ്റ് മീ റെസ്പോണ്ട് ടു ദാറ്റ് ഫസ്റ്റ്. അപ്പൊ സി, ഇൻ ആൻ ഐഡിയൽ വേൾഡ് you have to take the person to a hospital where both psychiatrist as well as psychologist are available, because ഈ രണ്ട് ആൾക്കാർ എന്ന് പറയുന്നത് സൈക്യാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടുപേരും കോംപ്ലിമെന്ററി ആണ്. നമ്മൾ രണ്ടുപേരെയും നമ്മൾ അങ്ങനെ വേർപ്പെടുത്തി കാണാൻ പാടില്ല. ബിക്കോസ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഐ എം എ സൈക്യാട്രിസ്റ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് എ ടീം, അല്ലെ? നമ്മളെല്ലാവരും ടീം അപ്രോച്ച് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ ഒറ്റയ്ക്കല്ല പേഷ്യന്റിനെ കാണുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റ് എന്റെ അടുത്തേക്ക് വരികയാണ് ഒരു ഡിപ്രഷൻ, അപ്പൊ ഞാൻ എന്താ ചെയ്യുക? സൈക്യാട്രിസ്റ്റ് ഐ മോസ്റ്റ്ലി ഡീൽ വിത്ത് ദ ഡ്രഗ്സ് പാർട്ട് ഓഫ് ഇറ്റ്, മെഡിസിൻസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ ഞാൻ ആന്റി ഡിപ്രസൻസ് ഫോക്കസ് ചെയ്യും. അതേപോലെ തന്നെ വല്ല സെഡേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആൻസിയോളൈറ്റിക്സ് അങ്ങനത്തെയുള്ള മെഡിസിൻസുമാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുക? ദേ ഫോക്കസ് ഓൺ ദ തെറപ്പി പാർട്ട്, കൗൺസിലിംഗ് പാർട്ട്. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗ് എന്നൊരു ലേമാൻ ടേം പറയുന്നതാണ്. ഞങ്ങൾ കൂടുതൽ ടെക്നിക്കൽ ടേം ഉപയോഗിക്കുക, അതിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ തെറാപ്പി, പ്രോബ്ലം സോൾവിംഗ് തെറാപ്പീസ്, അങ്ങനെ ചില ഫിക്സഡ് തെറാപ്പീസ് ഉണ്ട് ഡിപ്രഷന്. അപ്പൊ ഞാൻ സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറയും, ഓക്കെ മിസ്റ്റർ സോ ആൻഡ് സോ സൈക്കോളജിസ്റ്റ് ഇൻ മൈ ടീം, ഐ വാണ്ട് യു ടു ഡു ദിസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് ആ തെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യും, ഞാൻ എന്റെ മെഡിസിൻസ് കൊടുക്കും. രണ്ടും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ആണ് പേഷ്യന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് യെസ്, ഐ റെക്കഗ്നൈസ്, ഇപ്പൊ നിങ്ങൾക്ക് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പലർക്കും ഒരു സ്റ്റിഗ്മയാണ്. അപ്പോൾ they don't want to be taken. അപ്പൊ സൈക്യാട്രിസ്റ്റ് കേൾക്കുമ്പോൾ ഉടനെ പലരും ഫ്രോൺ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ there is absolutely no harm in taking first to a psychologist. We believe that the psychologists are competent enough to understand whether the problem അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്സ് ആണോ അതോ സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടതാണോ എന്നുള്ളത് അവർക്ക് മിക്ക ട്രെയിൻ സൈക്കോളജിസ്റ്റിനും അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്റ്റിഗ്മ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ taking to a psychologist is better than not taking the person anywhere at all. Appa angane I hope I have answered your first question. Second question, psychiatrists il endondana suicide varunne adalle question. Excuse me. Okay, mute. Okay, fine. Or continue. Next question, why psychiatrists are prone to committing suicide? അത് അതിന് ഡെഫിനിറ്റ് സയന്റിഫിക് എവിഡൻസ് എന്ന് പറയാൻ അതിന് ലിമിറ്റഡ് ആണ്. ഇത് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, പക്ഷെ സ്റ്റഡി ചെയ്യുന്ന പേപ്പേഴ്സ് ഉണ്ട്. അവരിൽ ചില സ്പെക്യുലേറ്റീവ് റീസൺസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഐ ഡോണ്ട് നോ വാട്ട് നിങ്ങൾ എല്ലാവരും സൈക്യാട്രിസ്റ്റിന്റെ ജോലി എങ്ങനെയാന്നുള്ളത്, നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ടു ടെൽ ദ ട്രൂത്ത്, എ സൈക്യാട്രിസ്റ്റ് ജോബ് ഇസ് വെരി സ്ട്രെസ്ഫുൾ. ഐ വിൽ ഗിവ് യു എ സ്മോൾ എക്സാമ്പിൾ. ഇപ്പൊ day in and day out we are listening to patients problems one after the other. Patients വന്നിട്ട് അവരുടെ ഡീപ്പസ്റ്റ് പ്രോബ്ലംസ്, ഡാർക്കസ്റ്റ് സീക്രറ്റ്സ് ഒക്കെ പറയാണ്. At the same time, because of professional obligation, we cannot reveal this to anybody. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിട്ടോ നിങ്ങളുടെ ജോലി പ്രശ്നങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യും, നിങ്ങളുടെ ജോലി പ്രശ്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യും. അപ്പൊ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടും, മറ്റുള്ളവർ നിങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തരും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഐ കനോട്ട് ഗോ ബാക്ക് ആൻഡ് ഡിസ്കസ് മൈ പേഷ്യൻസ് പ്രോബ്ലംസ് വിത്ത് മൈ വൈഫ് ഓർ വിത്ത് മൈ കിഡ്സ്. ഇറ്റ് ഇസ് ബിക്കോസ് ഐ ആം ബൗണ്ട് ബൈ പ്രൊഫഷണൽ സീക്രസി ഓർ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്. അപ്പൊ എത്തിക്കൽ ഒബ്ലിഗേഷൻ എന്ന് പറയും. അപ്പൊ ഇതൊരു കാരണമാണ്. ബിക്കോസ് ഐ എം ബോട്ടിലിംഗ് അപ്പ് ദി ഇമോഷൻസ് വിത്തിൻ മൈസെൽഫ്. അറ്റ് സം സ്റ്റേജ് ഫോർ സം പീപ്പിൾ ഇറ്റ് വിൽ ബോയിൽ ഓവർ. അപ്പൊ ഇതൊക്കെ ചില സ്പെക്യുലേറ്റീവ് റീസൺസ് ആണ്. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു ഡിസ്കസ്. ദിസ് കുഡ് ബി വൺ റീസൺ. ദ അതർ റീസൺ ഇസ് we are having access to drugs which are maybe you can say having a little more side effects in terms of sedation and other things compared to other specialties. ഇപ്പൊ ഒരു പാരസ്റ്റമോൾ മെഡിസിൻ ആളുടെ കയ്യിലുണ്ട്, ബട്ട് അത് പാരസ്റ്റമോൾ കഴിച്ചാൽ ആൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള
മെഡിസിൻസ് കുറച്ച് സെഡേറ്റീവ്സ് ഒക്കെ കൂടുതൽ ഡോസിൽ കഴിച്ചാൽ മേ ബി ഇറ്റ് മേ ബി ഹാർംഫുൾ. അപ്പോൾ അങ്ങനെയുണ്ട് ചില സൂസൈഡ് അറ്റംപ്റ്റ്സ് വിത്ത് ദെയർ ഓൺ സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ് ഹു സ്റ്റോക്ക് അപ്പ് മെഡിസിൻസ്. അപ്പോൾ ദീസ് ആർ 1 or 2 possible explanations. The real answer we are still exploring. Okay, next please. ഡോക്ടർ, എന്റെ പേര് സിനി. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, ഞാൻ ആസ് എ പാരന്റ് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങള് പൊതുവെ നമുക്കിപ്പോ കാണുന്നത് ഈ കുട്ടികളുടെ ഇടയിലുള്ള സൂയിസൈഡ്സ് എക്സാം ടൈമിലും അതർവൈസ് ഡ്യൂറിങ് ദ അതർ ടൈംസ് ഓൾസോ നമ്മൾ കാണുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പം ഇതിനെ നമ്മൾ ആസ് പാരന്റ്സ് ആൻഡ് ആസ് എന്താ പറയാ, നമ്മള് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഈവൻ ഇഫ് പാരന്റ്സ് ആർ നോട്ട് ഗിവിംഗ് സ്ട്രെസ്, ദേ ഗെറ്റ് സ്ട്രെസ് ഫ്രം അവരുടെ പിയേഴ്സിന്റെ പിയർ പ്രഷർ കൂടുതലുണ്ട്, ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ സ്ട്രെസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും, കോമ്പാക്ട് ചെയ്യാൻ പറ്റും? യെസ് മാഡം, ഇറ്റ്സ് എ വെരി റെലവെന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ പറയട്ടെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഞാൻ പല സ്റ്റുഡൻസിനോടും ചോദിച്ചു, സ്റ്റുഡൻസ് ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷ ഡിക്ലെയർ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ 12th റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയം പൊതുവെ ഒരു സ്പൈക്കാണ് സൂസൈഡ് അറ്റംപ്റ്റ്സിന്റെ. നമ്മളുടെ എവിടെയായാലും അത് 12 ഐ തിങ്ക് ഈവൻ ഇൻ UAE ഓൾസോ ഉണ്ടാവും ചില സൂസൈഡ് അറ്റംപ്റ്റ്, ഇന്ത്യയിലാണെങ്കിലും. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത്, ഞങ്ങളിവിടെ ഒരു സൂസൈഡ് ഇന്റർവെൻഷൻ ക്ലിനിക് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ചില സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്തത്? ആക്ച്വലി അവർക്കൊന്നും മുമ്പ് റിസ്ക് ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ ഡോണ്ട് ഹാവ് എനി സൈക്കാട്രിക് അങ്ങനെ അസുഖമൊന്നുള്ള ദേ ഡോണ്ട് ഹാവ് എനി ഡിപ്രഷൻ, ദേ ഡോണ്ട് ഹാവ് എനി ആങ്സൈറ്റി, സ്കിസോഫ്രീനിയ, അങ്ങനെ ഒരു സൈക്കാട്രിക് അസുഖങ്ങളൊന്നും ഇല്ല. ദേ ജസ്റ്റ് ഗോട്ട് ദ റിസൾട്ട്, ദേ അറ്റംപ്റ്റ്. അവരെല്ലാവരും പറഞ്ഞത് we did not attempt suicide because we failed in the exam. You'll be surprised. We attempted suicide because we were worried about the consequences of failing in the exam. ഫെയിൽ ചെയ്തു, എക്സാമിൽ ഫെയിൽ ചെയ്തു, അത് ഓക്കെ, അടുത്ത എക്സാമിൽ പാസ്സാവും, അത് ഓക്കെ. ബട്ട് എക്സാമിൽ ഫെയിൽ ചെയ്താൽ അതിന്റെ കോൺസിക്വൻസസ്, ഞാൻ എൻ്റെ പാരൻസിനെ ഡിസപ്പോയിന്റ് ചെയ്തു. ഞാൻ എൻ്റെ പാരൻസിനെ ഐ ഹ്യൂമിലിയേറ്റഡ് മൈ പാരൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ പിയേഴ്സ്. ഇപ്പൊ എനിക്കൊരു 8-10 പേരുണ്ട്, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരേ വയസ്സ്, അവരുടെയൊക്കെ പാരൻസ് ഒക്കെ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞാൻ ഫെയിൽ ചെയ്തുകൊണ്ട് എൻ്റെ പാരൻസ് അവരുടെ മുമ്പിൽ ഹ്യൂമിലിയേറ്റഡ് ആയി. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എൻ്റെ പാരൻസിനെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്നെ ദേഷ്യപ്പെടും. അങ്ങനെയുണ്ട്, എൻ്റെ പാരൻസ് ഇനി എന്നെ ദേഷ്യപ്പെടും, എൻ്റെ പാരൻസ് എന്നെ കമ്പയർ ചെയ്യും, ഇങ്ങനത്തെയുള്ള. അപ്പൊ നോ ബഡി ഈസ് ഫെയിലിംഗ്, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് ഫെയിലിംഗ് ബിക്കോസ് ഓഫ് ദ എക്സാം ഫെയിലിയർ, ബട്ട് ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ എക്സാം ഫെയിലിയർ. അപ്പൊ അത് ഐ തിങ്ക് ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു യുവർ ചിൽഡ്രൻ, if you can communicate to whoever it is, whoever you feel is at risk, that you are more precious to us than the exam. Exam, you do your best, you prepare and do your best, don't worry about the outcome. As a parent, I am happy if I see you preparing well and giving it your best shot. There are so many variables in the board exams. What നമ്മൾ ചോദിച്ചതല്ല വരിക, ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാം. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മളുടെ ചിൽഡ്രനോട് നമുക്ക് എക്സാമിന് മുമ്പേ തന്നെ പറയാൻ പറ്റുകയാണെങ്കിൽ I think a lot of anxiety and everything can be prevented. Just ask them to do their best in preparation. As parents, നിങ്ങളുടെ ജോലി അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രാങ്ക് കമ്മ്യൂണിക്കേഷൻ, പിന്നെ എപ്പോഴും പറയുക, അതായത് വി ആർ ദെയർ ഫോർ യു. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എക്സാമിൽ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാന്നുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഐ ആം സീയിങ് ഇൻ മെനി ഫാമിലീസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. മകന് പേടിയാണ് അച്ഛനെ ഫേസ് ചെയ്യാൻ. അച്ഛന് ഈ കാര്യം ഇട്ട് അവതരിപ്പിക്കാനും മോന്റെ ഞാനെങ്ങനെ സൂസൈഡിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ഞാനെങ്ങനെ എൻ്റെ മോന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഓപ്പൺ ആയിട്ട് പറയും, ഐ ആം ബിസി വിത്ത് മൈ ഓൺ വർക്ക്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഐ ഡോണ്ട് ലെറ്റ് മൈ ചൈൽഡ് ഹാൻഡിൽ ദ പ്രോബ്ലംസ് ഹിംസെൽഫ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് മോസ്റ്റ്ലി ഞാൻ കാണുന്ന ഫാമിലീസിൽ. അപ്പോൾ on the other hand, if you can get together for 5-10 minutes every day, discuss the problems openly, a clear channel of communication establish cheyan pattanengil the children will feel more confident. They'll feel okay, എനിക്കെന്ത് വന്നാലും my parents will be there for me, they will listen to me, they will support me എന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ I think it will be better. ഡോക്ടർ, ഒരു കാര്യം കൂടി അതിനോട് അനുബന്ധമായിട്ട് ചോദിച്ചോട്ടെ. ഈസ് ഇറ്റ് ഗുഡ് ദാറ്റ് പാരന്റ്സ് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് കിഡ്സ് ആൻഡ് ടോക്ക് വിത്ത് ദം അബൌട്ട് ദീസ് suicide things and all? Yes, again, what do you advise? Again, as I said, you can give them a normalizing explanation. For example, ഇപ്പൊ ഞാനാണെങ്കിൽ what I will do as a parent to my son, ഇപ്പൊ ഞാൻ പറയും, you must be reading. ഇപ്പൊ പേപ്പറിലൊക്കെ കുറെ സ്റ്റുഡൻസ് സൂസൈഡ് ചെയ്യുന്നുണ്ട്, നിനക്കത് കറക്റ്റ് ആണെന്ന്
തോന്നുന്നുണ്ടോ? വാട്ട് ഇസ് യുവർ പെർസെപ്ഷൻ അബൌട്ട് ദാറ്റ്? ഓർ ഇങ്ങനെ എന്തെങ്കിലും നിനക്ക്, ഇഫ് യു ഫീൽ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് എക്സാംസ്? ഇഫ് യു ഫീൽ ദാറ്റ് you get low marks in the exam, what will be your reaction? You can discuss I will discuss the various possibilities with my son. എക്സാം എന്ന് പറഞ്ഞാൽ അതിൽ പോസിബിലിറ്റീസ് ഉണ്ട്. നീ വിചാരിച്ച പോലെ മാർക്ക് കിട്ടില്ലെങ്കിൽ വിചാരിച്ച പോലെ മാർക്ക് കിട്ടില്ല. വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ, വാട്ട് വിൽ യു തിങ്ക്? അങ്ങനത്തെ ഉള്ള നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ട് വി ക്യാൻ എലിസിറ്റ് ദ ചൈൽഡ്സ് റിയാക്ഷൻ ആൻഡ് ദെൻ ബിൽഡ് ഓൺ ദാറ്റ്. ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് ഡയറക്ട്ലി ടോക്കിംഗ് അബൌട്ട് സൂസൈഡ്, യു ക്യാൻ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, എലിസിറ്റ് their perspectives and then build on that. Thank you very much, Doctor. It was a nice session. Thank you. Okay, Doctor. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ച് ആൻസർ കിട്ടിയിരുന്നു, പക്ഷെ ഐ വുഡ് പ്രിഫർ ടു ഗെറ്റ് മോർ ഓൺ ദറ്റ്. നമ്മൾ എല്ലാ സൂയിസൈഡ് കേസുകളും കേൾക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഏതെങ്കിലും രീതിയിലുള്ള ഫെയിലിയർ ആണ്. പക്ഷെ ഈ ഫെയിലിയർ ആണോ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അങ്ങനെ എല്ലാ എങ്ങനെ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാറ് നിങ്ങൾ? ഒന്ന് can you explain it a little more? See, Aditya, let me make it very clear. Suicide is not due to just one cause. സൂയിസൈഡിനെ നമുക്ക് ഒരു കോസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഡയബറ്റിസ് വരുന്നത്? കൂടുതൽ ഷുഗർ കഴിച്ചുകൊണ്ടാണോ? കൂടുതൽ ലഡു കഴിച്ചുകൊണ്ടാണോ? കൂടുതൽ ജിലേബി കഴിച്ചിട്ടാണോ? അല്ല. യെസ്, അവരുടെ ഡയറ്ററി രീതിസിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ബട്ട് അതിനോടൊപ്പം തന്നെ അവരുടെ ജീൻസ്, അവരുടെ ഫാമിലി എൻവയറോൺമെന്റ്, അവർ വളർന്നു വന്ന സ്ട്രെസ്ഫുൾ എൻവയറോൺമെന്റ്, അവരുടെ ലാക്ക് ഓഫ് എക്സസൈസ്, അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. സോ ഇറ്റ്സ് കോൾഡ് മൾട്ടി ഫാക്ടോറിയൽ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സൂയിസൈഡ് ഈസ് നോട്ട് ഡ്യൂ ടു വൺ കോസ്. സൂയിസൈഡ് ഈസ് ഡ്യൂ ടു മെനി കോസസ്. അതുകൊണ്ട് തന്നെ സൂയിസൈഡ് പ്രിവെൻഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നീങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കോസുമേൽ മാത്രം ഫോക്കസ് ചെയ്താൽ കാര്യങ്ങൾ നടക്കില്ല. You have to tackle all the possible contributors to suicide. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്ന റിസ്ക് ഫാക്ടേഴ്സ്. അതായത് ഇപ്പൊ 10 പേര് തോറ്റു എക്സാമില്, ഒരാളല്ലേ സൂസൈഡ് ചെയ്യുള്ളൂ. എന്തുകൊണ്ട് ബാക്കിയുള്ള 9 പേര് സൂസൈഡ് ചെയ്യുന്നില്ല? അപ്പൊ ബിക്കോസ് ദാറ്റ് വൺ പേഴ്സൺ ഹാസ് സംതിങ് എൽസ് ആഡഡ് അപ്പാർട്ട് ഫ്രം ദ ഫെയിലിയർ. അപ്പൊ യു ആസ്റ്റ്, ഫെയിലിയർ അല്ലേ എല്ലാത്തിന്റെയും ഉറവിടം എന്നുള്ളത്? ഫെയിലിയർ ആണ് വൺ ഓഫ് ദ റീസൺസ്, ബട്ട് ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട് ടു ദിസ്. അതിന്റെ ഒപ്പം ഫെയിലിയറും കൂടി ആവുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദി ഫൈനൽ നെയിൽ ഇൻ ദ കോഫിൻ. അവസാനത്തെ ആണി അടിക്കണു എന്ന് പറഞ്ഞ പോലെയാണ് ഫെയിലിയർ. അപ്പൊ അതിനോട് മുമ്പ് തന്നെ നമ്മൾ, ഇഫ് വി കീപ് അവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഹു ആർ ദ പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു ഡു ദ സൂസൈഡൽ ആക്ട്. അപ്പൊ നമ്മളുടെ പ്ലാനിങ്ങും നമ്മളുടെ ആക്ഷൻസും നമ്മൾ ഈ ഒരു പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്താൽ പോരാ. വി ഹാവ് ടു സ്റ്റാർട്ട് അവർ വർക്ക് ഫ്രം ദ ബിഗിനിങ്. അതാണ് പറഞ്ഞത്, എക്സാമിന് മുമ്പ് തന്നെ വി സ്റ്റാർട്ട് ഡിസ്കസിങ് വിത്ത് നമ്മളുടെ whoever it is, our children or our friends or our family members who are going through an exam. What do you think will happen? What are the possibilities? അപ്പൊ നമ്മൾ എല്ലാ പോസിബിലിറ്റീസിനും പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. ഈ ഒരു പോസിബിലിറ്റി വരികയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ? അങ്ങനെയുള്ള നമുക്ക് സംസാരിച്ചാൽ വി ക്യാൻ ഗെറ്റ്, ഫോർ എക്സാമ്പിൾ someone is saying to you, അയ്യോ എക്സാം തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ വേൾഡ് ഫോർ മീ, ഐ ഡോണ്ട് സീ എനി അതർ വേ ഔട്ട് എന്നുള്ള ഒരാൾ പറയുകയാണെങ്കിൽ then you can be forewarned that yes, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്ക് അങ്ങനത്തെ ഒരു ലോ മാർക്ക് കിട്ടിയാൽ തന്നെ ഹി മേ ഫീൽ വെരി ഡിസ്ട്രസ്ഡ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പാഠ്യവിഷയമാക്കണമെന്നാ തോന്നുന്നു. ആക്ച്വലി ഈ എക്സാം അറ്റ്ലീസ്റ്റ് ഫോർ ദി പബ്ലിക് എക്സാം പങ്കെടുക്കുന്ന ആ ഇയറിലെങ്കിൽ പോലും ഇപ്പൊ ഉണ്ട് ചെറിയ രീതിയിൽ there is something called life skills training. I don't know whether it's a part of UAE's ഈ സ്കൂൾസിന്റെ ട്രെയിനിങ്ങിൽ അത് കരിക്കുലത്തിൽ ഉണ്ടോന്ന് അറിയില്ല. ലൈഫ് സ്കിൽസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂൾ ഇപ്പോ പല സ്കൂൾസും എനിക്ക് തോന്നുന്നത് അത് അവരുടെ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മോന്റെ സ്കൂളിൽ, എന്റെ മോന് 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ, പക്ഷെ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ഒരു മോഡ്യൂൾ ഉണ്ട് അവർക്ക് കുറച്ചുകൂടി ഒരു 5th or 6th സ്റ്റാൻഡേർഡിലൊക്കെ, വേർ ദേ ക്യാൻ ലേൺ സം ഓഫ് ദീസ് ഹെൽത്തി തിങ്കിങ് പാറ്റേൺസ്, ഹെൽത്തി ലൈഫ്. അപ്പൊ ഇതൊക്കെ ഒരു സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സജഷൻ തന്നെയാണ്. സാർ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നത് നമ്മുടെ ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥിതി ഒരു പ്രധാന ഘടകമല്ലേ? ഒരു നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ള ഒരു വേദിയില്ലാതെ ഒരു ചെറിയ കുടുംബത്തിൽ ഓരോ മുറികളിൽ ഒതുങ്ങി ജീവിക്കുന്നതും, പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ അച്ഛൻ വാട്സപ്പിലും അമ്മ സീരിയലിലും
കുട്ടി വേറെ ഏതെങ്കിലും ലോകത്തും ജീവിക്കുന്നത് ഒരു ഈ ഇത്തരം ഒരു പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയല്ലേ? അതും ഒരു പ്രധാന ഘടകമല്ലേ? അത് ശരിയായിരിക്കാം, പക്ഷേ ഇനി പഴയ ജോയിന്റ് ഫാമിലിയിലേക്ക് നമുക്ക് തിരിച്ചു പോക്കുണ്ടോ? അതൊരു See, this is the way of life. അപ്പോൾ we have to accept it and ഇത് എങ്ങനെ നന്നാക്കാം, ഇതിൽ എങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പലരോടും പറയുമായിരുന്നു, അതായത് ഫോർ എക്സാമ്പിൾ കൊറോണ നമ്മളുടെ വേൾഡിനെ അടിക്കുന്നതിന് മുമ്പ് വൺ ഓഫ് ദ മേജർ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് ഞാൻ പറയാറുള്ളത്, ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ പറയാറുള്ളത്, എപ്പോഴും മൊബൈൽ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്താ വെച്ചാൽ മൊബൈലിൽ ഇങ്ങനെ വാട്സാപ്പ് വന്നുകൊണ്ടിരിക്കും, അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷെ ഇപ്പൊ ഞാനത് എവിടെയും പറയാറില്ല, ബിക്കോസ് ഈ കോവിഡ് വന്നേ പിന്നെ വർക്കും ഇന്റർനെറ്റിലാണ്, ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നത് ഇന്റർനെറ്റിലാണ്. ഐ എം ഓൾവേസ് ലോക്ക്ഡ് ഓൺ, വെദർ ഇറ്റ് ഈസ് ത്രൂ ദ ലാപ്ടോപ്പ് ഓർ മൊബൈൽ, ഞാൻ എപ്പോഴും ലോക്ക്ഡ് ഓൺ ആണ്. അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് മാറി തന്നെ വേണം. അപ്പോൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, യെസ്, അതൊരു ഘടകമായിരിക്കാം, പക്ഷെ നമുക്കിനി തിരിച്ചു പോക്കില്ല, കൂട്ടുകുടുംബത്തിലേക്ക് തിരിച്ചു പോക്കില്ല. അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ മാക്സിമം പോസിറ്റീവ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ എന്റെ പ്രസന്റേഷനിൽ പറഞ്ഞു, നമുക്ക് എക്സസൈസ് ചെയ്യണം, നമുക്ക് പാർക്കിലേക്ക് പോകാൻ പറ്റില്ല, പാൻഡമിക് കാരണം പാർക്ക് ലോക്ക്ഡ് ആണ്, ക്ലബോ എന്താന്ന് വെച്ചാൽ അതും ലോക്ക്ഡ് ആണ്. യു ഓപ്പൺ യുവർ ലാപ്ടോപ്പ്, ഓപ്പൺ യുവർ സൂം, കണക്ട് യുവർ ഫ്രണ്ട്, അവരവിടെ ഡാൻസ് ചെയ്യട്ടെ, ഞാനിവിടെ ഡാൻസ് ചെയ്യും, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയി. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സാർ, ഒരു ചോദ്യം. എന്റെ പേര് ധനേഷ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ് എന്നാണ്. അത് അതിജീവിച്ചാലേ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് എങ്ങനെയാ, അത് കറക്റ്റ് ആണോ, അത് എങ്ങനെയാ അതിന്റെ സയന്റിഫിക് ഇത്? യു ആർ ആസ്കിങ് അബൌട്ട് ദ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് തനാറ്റോസ് എന്ന് പറയും. ഈറോസ് ആൻഡ് തനാറ്റോസ്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ്. അത് വളരെ ടെക്നിക്കൽ കോൺസെപ്റ്റ് ആണ്, ബെറ്റർ നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ ഐ ഫുള്ളി അഗ്രി വിത്ത് യു. നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന മിക്ക സൂയിസൈഡൽ ആയിട്ടുള്ള ആൾക്കാരും അത് വളരെ ടൈം സ്പെസിഫിക് ആണ്, വളരെ സിറ്റുവേഷൻ സ്പെസിഫിക് ആണ്. നിങ്ങൾക്ക് അവരെ വലിച്ച് ആ സിറ്റുവേഷനിൽ പുറത്തിടാൻ, അല്ലെങ്കിൽ കുറച്ച് സമയം അവരെ പുറത്തേക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഐ വുഡ് സേ 70% to 75% ഓഫ് ദി പീപ്പിൾ വിൽ ഇംപ്രൂവ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫോർ ഡീലിംഗ് വിത്ത് സൂയിസൈഡൽ പീപ്പിൾ ആർ ടോക്കിംഗ് ടു ദം, സ്റ്റേയിങ് വിത്ത് ദം. ഒറ്റയ്ക്ക് വിടാതിരിക്കുക, അവരോട് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കൊടുക്കണമെന്നും കൂടിയില്ല. ജസ്റ്റ് ലിസണിങ് ടു ദം വിൽ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് റിലീഫ് ഫോർ ദം. ആൻഡ് ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ പ്രോബ്ലംസ് ഒരാളോട് പറയുമ്പോൾ ആ പ്രോബ്ലംസ് നമ്മുടെ മനസ്സിൽ തന്നെ ഒന്ന് ക്ലിയർ ആവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ പ്രോബ്ലംസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്ന് ക്രിസ്റ്റലൈസ് ആയിട്ട് നമുക്ക് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സൊല്യൂഷൻസ് വരാം. അപ്പോൾ ആ ഒരു ഐ ഫുള്ളി അഗ്രി വിത്ത് യു. അത് വളരെ മാക്സിമം ആൾക്കാരിലും അത് ഷോർട്ട് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ്. എന്റെ ഒരു സംശയം, ഈ മൂഡ് ഡിസോർഡേഴ്സ് പല ആളുകളും സ്വന്തം രീതിയിൽ മാനേജ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ അവർക്കത് ആശ്വാസം ഉണ്ടെങ്കിലും ചുറ്റിലുള്ള ആളുകളെ മിക്കവാറും അത് വളരെയധികം കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അത് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകാതെ ഉള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതായത് മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഈ മൂഡ് ഡിസോർഡർ ഉള്ള ആളുകൾ മറ്റുള്ളവരുടെ ലൈഫിനെ വളരെയധികം മിസറബിൾ ആക്കാറുണ്ട്. അവരെന്നാല് ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അവർക്കൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് അവര് അംഗീകരിക്കാനോ തയ്യാറാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ ഡോക്ടറെ. നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് മൂഡ് ഡിസോർഡർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനവന് തന്നെ മൂഡ് ഡിസോർഡർ ഉണ്ടെങ്കിൽ, ഏത് പോയിന്റിലാണ് ഇതൊരു ഡിസോർഡർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? അപ്പൊ അത് ഞാൻ എന്റെ പ്രസന്റേഷനിൽ ഐ ഡോണ്ട് നോ മാഡം ജോയിൻ ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്റെ പ്രസന്റേഷന്റെ ഇനീഷ്യൽ പാർട്ടിൽ ഞാൻ വാർണിംഗ് ഞാൻ പറഞ്ഞിരുന്നു. അതായത് സെറ്റ് ഓഫ് ഞാൻ സ്ലൈഡ് അയക്കുന്നുണ്ടല്ലോ, എനിവേ യു വിൽ ബി ഏബിൾ ടു സീ ദ സ്ലൈഡ്. അപ്പൊ അതിൽ ചില ഡിപ്രഷന്റെ ചില സിംറ്റംസ് ഞാൻ റെഡ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിംറ്റംസ് 2 weeks നിലനിൽക്കുകയാണെങ്കിൽ, മാത്രമല്ല 3 ഷോർട്ട് ഇന്റർനെറ്റ് ക്വസ്റ്റ്യനെയർസ് ഞാൻ അതിന്റെ നെയിം ഫ്ലാഷ് ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യനെയർസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഫ്രം ദി ഇന്റർനെറ്റ്. അത് നിങ്ങൾക്ക് നിങ്ങളിലോ ഹൂം യു സസ്പെക്ട് ടു ഹാവ് ഡിപ്രഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അവരാ ഒരു കട്ട് ഓഫ് ഉണ്ട് അതിന്. ഇന്ന സ്കോറിന്റെ മുകളിലാണെങ്കിൽ യെസ്, ദാറ്റ് ഇസ് യു ക്യാൻ ഐഡന്റിഫൈ ആസ് ഡിപ്രഷൻ. അപ്പൊ അതാണ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. അത് ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ടേക്സ് ഓൺലി 5 minutes.
അത് മനസ്സിലാക്കാനും വളരെ സിംപ്ലി ഫ്രെയിംഡ് ആണ്, ലൈക്ക് ദ കോമൺ. അതാണ് ഞങ്ങൾ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ അത് ഐ തിങ്ക് ദാറ്റ്സ് യുവർ ക്വസ്റ്റ്യൻ. ദ ഏർലിയർ ക്വസ്റ്റ്യൻ വാസ് ഒരാൾ മൂഡ് ഡിസോർഡർ ആയിട്ട് ബട്ട് ഈസ് നോട്ട് എഗ്രീയിങ് ടു കം ഫോർ ട്രീറ്റ്മെന്റ്, അതല്ലേ ക്വസ്റ്റ്യൻ? അതെ. അപ്പൊ ഹി ഈസ് നോട്ട് എഗ്രീയിങ് ടു കം ഫോർ ട്രീറ്റ്മെന്റ്. അപ്പൊ എങ്ങനെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതൊരു ട്രിക്കി സിറ്റുവേഷൻ ആണ്. അപ്പോൾ വി ഹാവ് ടു ടോക്ക് ആൻഡ് ടെൽ ദാറ്റ്. ഇപ്പൊ ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുക അപ്രോച്ചസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മെന്റലി ഹെൽത്തി ആവണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രം ഹെൽത്തി ആവുകയല്ല, നമ്മളുടെ ആക്ഷൻസ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യരുത്, നമ്മളുടെ ആക്ഷൻസ് മറ്റുള്ളവരിൽ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കരുത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ you can give example of many employees in a company. If one employee is working very well but he is very rude and he upsets the equilibrium of others, company അയാളെ പിരിച്ചുവിടും, അതിൽ സംശയമില്ല. ബിക്കോസ് കമ്പനി നോക്കുന്ന എന്താണ്, എല്ലാവരുടെയും കൂടെ ടീം വർക്ക് ചെയ്ത് പോകുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടത്, അല്ലാണ്ട് നോട്ട് നെസസറിലി എ വെരി ഹൈ പെർഫോമർ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ കൊടുത്ത് കൺവിൻസ് ചെയ്യാൻ നോക്കുകയായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ സാധാരണ നമ്മൾ പറയും, അതായത് ഓക്കെ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവര് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഡെയിലി പറയുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമല്ലേ. നമ്മൾ എല്ലാവരും സോഷ്യൽ ആനിമൽ അല്ലേ. അപ്പൊ നമ്മളുടെ രീതികളിൽ മറ്റുള്ളവർ ഹേർട്ട് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അത് നമ്മളൊന്ന് വിലയിരുത്തേണ്ട ഒരു ചുമതല നമുക്കില്ലേ എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. I think that will be the best. Otherwise, I don't know any other ready-made solutions. You just have to work on it and give as many examples as possible and try to convince the person. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മള് ടൈം അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ആവാം. ഒരു 10 മിനിറ്റ്സ് അല്ലേ? ഡോക്ടർ, എന്റെ പേര് ദീപ്തി എന്നാണ്. I am very happy that everybody is asking questions. അപ്പോൾ അതിന്റെ അർത്ഥം ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് സെഷൻ ആയിരുന്നു എന്നുള്ളതാണ്. all the questions are very nice also. ചോദിക്കൂ മാഡം. ഡോക്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് സെഷൻ കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. ഡോക്ടർ, എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് കൺസേൺഡ് ആണ്. കാരണം ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, സൂയിസൈഡൽ അറ്റംപ്റ്റ് കൂടുതൽ കുട്ടികളിൽ, കുറെ പെറ്റഡ് ആൻഡ് പാമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് പിന്നെ അറ്റംപ്റ്റ് കൂടുതലായിട്ട് കാണുന്നതെന്നും, നമ്മൾ അവരെ ചെറുപ്പകാലം മുതലേ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടും അടിച്ചും ഒക്കെ വളർത്തിയാൽ അങ്ങനെയുള്ളവർക്ക് ഇത് കുറവാണെന്നും, അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ, പിന്നെ അതേസമയം തന്നെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് അവരെ അങ്ങനെ നമ്മൾ ഒരു പരിധി കൂടുതൽ അടിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല എന്നൊക്കെ. സോ അതിനെ കുറിച്ച് ഡോക്ടർ എന്താ പറയുന്നത് ഡോക്ടർ? നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര വയസ്സാണ്? ഐ എം സോറി ഫോർ ആസ്കിങ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ, പക്ഷേ ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് റെക്കമെൻഡേഷൻ ഐ ഷുഡ് ഗിവ്. ദാറ്റ് വിൽ ബി വെരി സ്പെസിഫിക് ഫോർ യു. നിങ്ങളുടെ കുട്ടികൾ ഏത് വയസ്സാണ്? എന്റെ കുട്ടികള് KG1 KG2 മീൻസ് 4 years and 6 years. ഓക്കെ, പെർഫെക്റ്റ്. എന്റെ മോനും 7.5 വയസ്സാണ്. അപ്പോൾ ഐ ക്യാൻ ടെൽ യു വാട്ട് ഐ എം ഓൾസോ ഡൂയിങ് ആൻഡ് വാട്ട് ഇസ്. ജനറലി നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന there are 3 ways of disciplining a child. There are 3 ways to discipline a child. For example, give positive reinforcement എന്ന് പറയാം. എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുക, ഫോർ എക്സാമ്പിൾ, അല്ലെ? അതിനാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. അപ്പൊ കുട്ടിക്ക് ഇനി അത് ചെയ്യാൻ തോന്നുന്നു, ഇനിയും ചോക്ലേറ്റ് കിട്ടുമല്ലോ, അതൊന്ന്. രണ്ടാമത്തത്, there is something called negative reinforcement. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യം കൊടുക്കാതിരിക്കുക, അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യും. ഫോർ എക്സാമ്പിൾ, കുട്ടി കരഞ്ഞാൽ, തൊട്ടേനും പിടിച്ചാനൊക്കെ കരഞ്ഞാൽ ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. അതിപ്പോ വളരെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ കുട്ടികളെ നമ്മൾ കുട്ടികളെ അടിക്കുന്നില്ല, പിച്ചുന്നില്ല, ചീത്ത പറയുന്നില്ല. We are asking them to go in a chair and sit there for 10-15 minutes without doing anything, without having access to the things that they enjoy doing, like TV, cartoon. അതൊന്നും ചെയ്യാതെ മിണ്ടാണ്ട് സ്ഥലത്തിരിക്കുക. അതിനാണ് ടൈം ഔട്ട് എന്ന് പറയാം. ഇറ്റ്സ് ലൈക്ക് എ ടൈം ഔട്ട് ഫ്രം ഓൾ ദ പോസിറ്റീവ് ആക്ടിവിറ്റീസ്. അത് ഒരുവിധം എല്ലാ ഇന്റർനാഷണൽ ക്രഷ് അല്ലെങ്കിൽ നഴ്സറി, മറ്റേ ഇപ്പൊ നിങ്ങൾ ഡേ കെയറിലൊക്കെ നിങ്ങളുടെ കുട്ടികളെ വിടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യുന്ന ഒരു ഡിസിപ്ലിനിങ് ആക്ടിവിറ്റിയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. തേർഡ് ആണ് പണിഷ്മെന്റ്. അതായത് പഴയ കാലത്തില് കോല് കൊടുക്കുക എന്ന് പറയില്ലേ കുട്ടികൾക്ക്, കോല് കൊണ്ട് ഡൈഡായി, അപ്പൊ നല്ല കോല് വെച്ചിട്ട് ഒരു ഇത് കൊടുക്കുക. But now it has been scientifically proven that punishment is not as effective as negative and positive reinforcement. അപ്പോ മാത്രമല്ല, ഇറ്റ് ഇസ് മോർ റെലവെന്റ് ടു അവർ എസ്പെഷ്യലി ഇങ്ങനത്തെ ന്യൂക്ലിയർ ഫാമിലീസിലേക്ക് പോകുമ്പോൾ. പഴയ കാലത്ത് എന്താ വെച്ചാൽ ജോയിന്റ് ഫാമിലിയിൽ കോല് കഷായം നമുക്ക് കൊടുക്കാം കുട്ടികൾക്ക്. ബിക്കോസ്
എൻ്റെ അച്ഛൻ എന്നെ അടിച്ചാലും എനിക്ക് എൻ്റെ അച്ഛമ്മയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മമാരുണ്ട്, ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ ഒരു പോസിറ്റീവ് വേർഡ് പറയാനുണ്ട്. ഇപ്പൊ അങ്ങനെ ആരും ഇല്ല. ഇറ്റ്സ് ഓൾ ന്യൂക്ലിയർ ഫാമിലി. അച്ഛനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട്, അതിൽ ഒരാൾ വർക്കിംഗ് ആയിരിക്കും, ഒരാൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. എവറിബഡി ഈസ് ബിസി വിത്ത് ദെയർ ഓൺ വർക്ക് ടെൻഷൻ. ഇത് ഫ്യൂസ്, എല്ലാവർക്കും ഫ്യൂസ് വളരെ ഷോർട്ടാണ് ഇപ്പോൾ. അപ്പോൾ ദർ ഇസ് നോ അതർ അവന്യൂസ്. അപ്പോൾ ബെറ്റർ ഈസ് ഡോണ്ട് ഗോ ഫോർ പണിഷ്മെന്റ്, ബെറ്റർ യു ഗോ ഫോർ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. അതിന് സ്റ്റാർ ചാർട്ട് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ്. സ്റ്റാർ ചാർട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, കണ്ടുപിടിക്കാം. ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റാർ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ അതൊരു വീക്ക്ലി, ഇപ്പൊ നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, കുട്ടി ഹോംവർക്ക് ടൈമിന് ചെയ്തു. അപ്പൊ അത് നിങ്ങൾ ആ ഒരു ഐറ്റം ഇട്ടിട്ട് മൺഡേ ടു സാറ്റർഡേ സ്റ്റാർ ചാർട്ട് ആയിട്ട് വരയ്ക്കുക. മൺഡേ അത് ചെയ്തോ, ഒരു സ്റ്റാർ കൊടുക്കുക. ട്യൂസ്ഡേ അത് ചെയ്തോ, ഒരു സ്റ്റാർ കൊടുക്കുക. അങ്ങനെ അങ്ങനെ ഇപ്പൊ വെനസ്ഡേ അത് ചെയ്തില്ല, അപ്പൊ അന്നത്തെ ദിവസം സ്റ്റാർ ഇല്ല. അങ്ങനെ നിങ്ങളൊരു 7 ആക്ടിവിറ്റീസ്, ബ്രഷ്ഡ് ഓൺ ടൈം, ടുക്ക് ബേത്ത്ഡ് ഓൺ ടൈം, ഡിഡ് ഹോംവർക്ക് ഓൺ ടൈം. നിങ്ങൾക്ക് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട 6-7 ബിഹേവിയർ എന്താന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്യാം കേട്ടോ, അത് ഇമേജ് ആയിട്ട് കിട്ടും. യു കെൻ ജസ്റ്റ് യൂസ് ഇറ്റ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. മൺഡേ ടു സാറ്റർഡേ ഇസ് ഓൺ ദ ടോപ്പ് റൈറ്റ് എങ്ങനെ ആക്സിസ്, എക്സ് ആക്സിസ്. ഓരോ ദിവസവും നിങ്ങൾ സ്റ്റാർ കൊടുക്കുന്ന ഒരു വീക്ക്ലി മാക്സിമം എത്രയാണ്? വീക്ക്ലി ഒരു 7 ആക്ടിവിറ്റി ആണെങ്കിൽ 7 ദിവസം ഉണ്ടായിച്ചില്ല. അപ്പൊ ടോട്ടലി ഒരു 50 സ്റ്റാർസ് ആണ് മാക്സിമം ലിമിറ്റ്. അതിൽ 40 നിനക്ക് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബൈ യു എ ഗിഫ്റ്റ്. It is a very effective technique. I am sure the child will be motivated to get those 40 stars and do all the 7 activities that you wanted your child to do. But you have to keep your word. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർ, നിനക്ക് 41 സ്റ്റാർ കിട്ടി, പക്ഷെ എനിക്ക് സമയമില്ല, ഞാൻ ജോലി തിരക്കിലാണ്, ഞാൻ നിനക്ക് അടുത്ത ആഴ്ച ഗിഫ്റ്റ് മേടിച്ചു തരാം കേട്ടാ, നീ ഇപ്പൊ ഈ ആഴ്ച സമാധാനിക്കുന്നു പറഞ്ഞാൽ അതിന്റെ എഫക്ട് പോയി. അപ്പൊ നിങ്ങൾ ഗിഫ്റ്റ് മേടിച്ച് റെഡിയാക്കി വെക്കണം ഓൺ സൺഡേ. Then you see the happiness on your child's face when you give that reward which he has been waiting for. അപ്പോൾ കുട്ടിക്ക് അത് അധ്വാനിച്ച് നേടി എന്നുള്ളൊരു തോന്നലും തോന്നും. It prepares him for the larger battles ahead. And you can continue the star chart for as long as you want. Usually ആ ഒരു ഡിസൈഡ് ബിഹേവിയർ ഒരു 1 month 2 months ഒക്കെ ചെയ്യണമെങ്കിൽ then you can stop it and see also. But ഇത് നിങ്ങൾക്ക് വലിയ ചെലവില്ലാത്ത പണിയല്ലേ. ഒരു സ്റ്റാർ ചാർട്ട് പ്രിന്റ് എടുക്കുക, അത് ചെയ്യിപ്പിക്കുക, ആഴ്ചയിൽ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. നിങ്ങളെ സന്തോഷം, കുട്ടിയെ സന്തോഷം. ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റും ഡോക്ടർ. അപ്പൊ വലിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ പ്രായം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ പ്രായം തുടക്കത്തിലേ ചോദിച്ചത്. സോ ഫോർ എൽഡർ കിഡ്സ് ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൾട്ട് ആക്ച്വലി. അപ്പൊ നിങ്ങൾക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് ബിഹേവിയർ ദാറ്റ് യു വാണ്ട് ടു ഡു. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഗിവ് എനി ജനറൽ സജഷൻസ് ബിക്കോസ് വലിയ കുട്ടികൾക്ക് ഈ സൈക്കോളജി അല്ല, ഡിഫറെന്റ് ആണ്. മേ ബി വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ത്രൂ ഇമെയിൽ ഓർ സംതിങ്. അത് പ്രോബ്ലം സ്പെസിഫിക് ആണ് മാഡം. ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇനി ചോദ്യങ്ങൾ ഇല്ലാതിരിക്കാന്നുള്ള ആൾക്കാർ സെഷൻ ലീവ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മലയാളികളുടെ ഇടയിൽ സൂയിസൈഡ് ടെൻഡൻസി കൂടുതലെന്ന് നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? We are getting into very interesting discussions, but I don't know. നമുക്ക് കേരള നിങ്ങൾ നോക്കിയാൽ അതൊരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ് ആണ് കേരള. അതായത് വിരോധാഭാസം എന്ന് പറയും. കേരളത്തിൽ ഹയസ്റ്റ് ലിറ്ററസി, ഹയസ്റ്റ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡൈസസ് അറ്റ് പാർ വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്. US-ലും UK-ലൊക്കെ കാണുന്ന രീതിയിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡൈസസ്, മെറ്റേണൽ മോർട്ടാലിറ്റി, ന്യൂനെറ്റൽ മോർട്ടാലിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ലോ ആണ് കേരളത്തിൽ. Then, but at the same time, it is one of the highest states with suicide in India. Not the highest. In fact, ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് highest, പോണ്ടിച്ചേരി. പക്ഷേ കേരളം also is more than the national average. The national average for suicide is around 10 to 11 per 1 lakh population. Kerala is regularly around twice that, 23-25. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. പൊതുവേ നിങ്ങൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യയിൽ ഹൈ ആണ് സൂസൈഡ് റേറ്റ് കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ. ഓൾദോ നമ്മളിങ്ങനെ കളിയാക്കി പറയും ബീഹാറാണ്, ഉത്തർപ്രദേശാണ്, ബീഹാരികൾക്കൊന്നും അറിയില്ല, ഉത്തർപ്രദേശുകാർക്ക് വിവരമില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെയൊക്കെ സൂസൈഡ് റേറ്റ് വളരെ കുറവാണ്. നമുക്ക് മലയാളികൾക്ക് നല്ല വിവരം ഉണ്ടാവാം, പക്ഷെ അതിനോടൊപ്പം തന്നെ സൂസൈഡ് റേറ്റ് ഹൈ ആണ്. ദ റീസൺ ഈസ് അഗെയിൻ സം ബിറ്റ് ഓഫ് സ്പെക്യുലേഷൻ ആണ്. ബട്ട് സി വിത്ത് ഹയർ എഡ്യൂക്കേഷൻ കംസ് ഹയർ എക്സ്പെക്ടേഷൻസ്, ഹയർ ആസ്പിറേഷൻസ്. അപ്പൊ നമ്മള് തമാശയ്ക്ക് പറയും ദുരഭിമാനം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമുക്കൊരു certain level of expectation, aspiration നമുക്ക് എല്ലാവർക്കും ഉണ്ട്. That is higher for Malayalis because of their presumably higher level of literacy, higher level of educational attainment.
അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഡിസപ്പോയിൻമെന്റ് വരും. അപ്പോൾ സൂസൈഡിന്റെ ചാൻസസ് കൂടും. അതിനോടൊപ്പം തന്നെ പൊതുവെ സൗത്ത് ഇന്ത്യയിൽ ഇന്റേണലൈസിങ് കൾച്ചറാണ് കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ. അതിന് ചില തിയറീസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ മുഗൾ ഇൻവേഷൻസ്, മുഗൾ അറ്റാക്സ്, അല്ലെങ്കിൽ ഔറംഗസേബ്, മറ്റേ ജഹാംഗീർ, അതൊക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു. സൗത്ത് ഇന്ത്യ കുറച്ചുകൂടി പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിരുന്നു പണ്ട് തൊട്ടേ, സെഞ്ചുറീസ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അവർ അടിക്കും, അല്ലെങ്കിൽ അഗ്രഷൻ ആണ് അവിടെ. ബിക്കോസ് ദേ ആർ ട്യൂൺഡ് ടു ദാറ്റ് കൾച്ചറലി, ബിക്കോസ് അവർക്ക് ആ ഇൻവേഷൻസും ഡൈനാസ്റ്റിക് ഇതൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ബട്ട് സൗത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയതുകൊണ്ട് ദർ വർ നോട്ട് ടു മെനി വാർസ്. ആ ഒരു കൾച്ചർ ഓഫ് അഗ്രഷൻ ഇല്ല ആൾക്കാർക്ക്. സോ വെൻ ദർ ഇസ് എ പ്രോബ്ലം, there is something called depression turned inward. Appo they take out anger and aggression on themselves by cutting their wrist or hanging themselves or suicidal tendencies. Idur cultural explanation aanu, not very specific for Malayalis but overall for South Indians. Appo there are some state specific factors, some culture specific factors which might explain higher tendency. Then I don't know to what extent per capita alcohol consumption is highest in Kerala, in India. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തു സബ്സ്റ്റൻസ് യൂസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ. അപ്പോൾ ഓൾറെഡി ഒരു സൂസൈഡൽ കൾച്ചറിൽ ഇങ്ങനെ കൂടുതൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അവർക്ക് അവരുടെ റീസൺ ചെയ്യാനുള്ള പവർ കുറയാണ്, ഹെൽത്തി ഡിസിഷൻസ് എടുക്കാനുള്ള പവർ കുറയാണ്. They fall prey to suicide. So these are some interesting reasons for very interesting, doctor. Thank you so much. That's really we are almost running out of time. Arana, hello. Srijita, please. Last, probably the last question. ആധുനിക ലോകവുമായിട്ടുള്ള സൂയിസൈഡിന്റെ ടെൻഡൻസിയും അതുപോലെ തന്നെ ജനിതകപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു സൂയിസൈഡൽ സാധനങ്ങൾക്ക്? പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി. എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ ആക്ച്വലി. ഒരു മുതലാളിത്ത സംസ്കൃതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ക്യാപിറ്റലിസ്റ്റ് കൾച്ചർ, അതിന്റെ ഡെവലപ്മെന്റ് സൂയിസൈഡിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? അതിന് ഡോക്ടർ മുമ്പേ പറഞ്ഞതാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് ഉപഭോഗ സംസ്കൃതി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എനിക്ക് ഐ എം നോട്ട് വെരി വെൽ വേഴ്സ്ഡ് ടു ദീസ് ടേംസ്. അത് കാരണം എനിക്ക് കൺസ്യൂമറൈസേഷൻ നമ്മൾ പറയല്ലോ, ഒരു കൺസ്യൂമറിസം ഉണ്ടല്ലോ, ഒരു കൺസ്യൂമറിസം കൾച്ചർ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതുപോലുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇതിനെ പ്രൊവോക്ക് ചെയ്യാറുണ്ട്? അതുപോലെ ഇത് നമ്മുടെ ജനറ്റിക്കലി ഈ സൂയിസൈഡിന് ഉണ്ടാകാനുള്ള ടെൻഡൻസി ആളുകളിലുണ്ടോ? യെസ്, അത് കുറച്ചുകൂടി എനിക്ക് അറിയുന്ന ഏരിയയാണ് ജെനറ്റിക്സ് ആൻഡ് സൂസൈഡ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അഗൈൻ ഐ ഡോണ്ട് നോ വെദർ യു ജോയിൻ ദ പ്രസന്റേഷൻ ലേറ്റ്, പക്ഷെ റഫ്ലി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. 40% ഓഫ് ദ കോൺട്രിബ്യൂഷൻ ടു എനി സൂസൈഡ് ഇസ് ജെനറ്റിക്, 60% ഇസ് എൻവറോൺമെന്റൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ജെനറ്റിക് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി സൂസൈഡ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് പേഴ്സൺ ക്യാരീസ് എ വൾണറബിലിറ്റി ഫോർ സൂസൈഡ്. ഒരു മനസ്സിലാക്കാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലാണ്, അല്ലെ? എന്ന് വെച്ചിട്ട് നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഡയബറ്റീസ് വരുമോ? ഇല്ല. അപ്പോൾ ദ ചാൻസസ് ആർ ഹൈ, ബട്ട് വെദർ യു വിൽ ആക്ച്വലി ഡെവലപ്പ് ഡയബറ്റീസ് ഓൾസോ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ യുവർ ജീൻസ് but it also depends on your lifestyle, your diet, your lack of exercise. അങ്ങനെ പല നമ്മൾ ഫോളോ ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അഗൈൻ ഡയബറ്റീസ് പോലെ തന്നെയാണത്. അപ്പോൾ 40% ഡയബറ്റീസ് ഇസ് ഡ്യൂ ടു ജെനറ്റിക് ഫാക്ടേഴ്സ്, 60% ഡ്യൂ ടു എൻവറോൺമെന്റ്. സിമിലർലി സൂസൈഡിൽ 40% ജെനറ്റിക്കും 60% എൻവറോൺമെന്റ്. റിഗാർഡിംഗ് ദ ക്വസ്റ്റ്യൻ ഓൺ കൺസ്യൂമറിസം, ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഓൺ എക്കണോമിക്സ്, പക്ഷേ അഗൈൻ ഐ തിങ്ക് എവറിത്തിങ് വിൽ ലിങ്ക് ടു ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ ഫാക്ടേഴ്സ്. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, നമുക്ക് പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കണം എന്ന് തോന്നി ഇപ്പൊ മേടിക്കാനുള്ള സൗകര്യമുണ്ട്, നമുക്കൊന്നിനും വെയിറ്റ് ചെയ്ത് ശീലമില്ല. അപ്പോ വി ആർ ഈസിലി പ്രോൺ ടു ഫ്രസ്ട്രേഷൻ. അപ്പൊ അതൊക്കെ ഒരു കൾച്ചറലി നമുക്ക് ഇൻഗ്രെയിൻഡ് ആയി. ഇപ്പൊ എല്ലാം പെട്ടെന്ന് വേണം, ഇൻസ്റ്റന്റ് കോഫിയാണ് ഇപ്പൊ എല്ലാം. അപ്പൊ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിക്കോഷൻ ആൻഡ് ഓൾ. അപ്പൊ അതേപോലെ തന്നെ നമുക്കിപ്പോ വിചാരിച്ച കാര്യം ഉടനെ നടന്നില്ലെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ വരികയാണ്. മുമ്പത്തെ പോലെ നമുക്ക് അത്രയും അവന്യൂസ് ഒന്നും ഇല്ല ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ ദാറ്റ് മേ ഓൾസോ ബി എ കോൺട്രിബ്യൂട്ടർ. യെസ്, ഐ അഗ്രി വിത്ത് യു. കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റീസിലൊക്കെ ഇങ്ങനെ കൂടുതലും സൊസൈറ്റി ഡെവലപ്ഡ് ആവും തോറും സൂസൈഡ് റേറ്റ്സ് കൂടി വരികയാണ്. ഇഫ് യു സീ ദ സൂസൈഡ് റേറ്റ് ഇസ് ഹയസ്റ്റ് ഇൻ ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൂസൈഡ് റേറ്റ് ഉള്ളത്. ബട്ട് ഇഫ് യു സീ ദ ലെവൽ ഓഫ് അഡ്വാൻസ്മെന്റ് ഓഫ് ദ സൊസൈറ്റീസ്, ദ ജാപ്പനീസ് ആർ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഞാൻ അവരെ പേഴ്സണലി അഡ്മയർ ചെയ്യുന്ന ഒരു കൾച്ചറാണ് ജാപ്പനീസിന്റെ കൾച്ചർ. അവരുടെ ഡിസിപ്ലിൻ, അവരുടെ ഇന്നോവേഷൻസ്. ജാപ്പനീസ് നമുക്കൊക്കെ അറിയാലോ, ജാപ്പനീസ് പ്രൊഡക്ട്സ് ആർ
way apart. It's not like Chinese products. അപ്പോൾ അവരുടെ ഇന്നോവേഷൻ, ഇൻഫാക്ട് ഒറിജിനൽ കാർസ് സുസുക്കി അതൊക്കെ ജപ്പാനിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ദെൻ വൈ ഡു ദേ ഹാവ് ദ ഹയസ്റ്റ് സൂസൈഡ്? അപ്പോൾ അതിനൊക്കെ കുറച്ച് വേറെ ഫാക്ടേഴ്സും അറ്റ് പ്ലേ ഉണ്ട്. യെസ്, നമ്മള് എനിക്ക് തോന്നുന്നു സമയം ഒരുപാട് അയക്കണം. അപ്പോ വളരെ അതിക്രമിച്ചു. ചെറിയ വിശപ്പിന്റെ വിളിയൊക്കെ അടിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് നന്ദി പറയാനായിട്ട് സോറി ഇനി ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് രാജേട്ടാ, ഞാൻ എന്റെ മെയിൽ ID ലാസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെൻ യു ആർ ഷെയറിംഗ് ദാറ്റ് സ്ലൈഡ് നിങ്ങൾക്കൊക്കെ എന്നെ ജിമെയിലിൽ നിങ്ങളുടെ ഡൗട്ട്സ് എഴുതി ചോദിക്കാം. ഐ എം ഓൾവേസ് ലോക്ക്ഡ് ഔൺ ടു മൈ മെയിൽ ബിക്കോസ് ഓഫ് മൈ അക്കാഡമിക് കമ്മിറ്റ്മെന്റ്സ്. അപ്പോൾ ഐ വിൽ ബി അവൈലബിൾ. I will try to answer your questions to the best of my ability. Appo you can feel free to contact me. Idalladhe I onnu parnittu I'll hand over to you. Yes. Excuse me, doctor. Shall I share some incident related to this topic? I don't know. It's left to the moderator. Okay. No issue. Okay. And short ആയിട്ട് പറഞ്ഞല്ലോ, വളരെ ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞോളൂ. Okay. One of my friends used to ask me. Everybody is avoiding me, and he's doing outstanding work on his work and he's carrying families very well, but no one is caring about himself and avoiding and not like giving not any good words or good things. And he's mentally is weak, and after that and you talk to me, I'm very weak, I don't know who's people's why are avoiding me, I'm mentally stressed, this is my personal or some what's the reason. And he always asked me, maybe I will commit to suicide. So, ഇതൊരു അപ്രിസിയേഷന്റെ കുറവാണോ, അതോ അവരെ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ പ്രോബ്ലം ആണോ, അവരെ പേഴ്സണലി അവർ എന്താണ് അറിയാൻ പറ്റുന്നില്ല. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. എന്റെ എക്സ്പീരിയൻസിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇഫ് യു ടോക്ക് ടു ദ പേഴ്സൺ, അവർ പറയുന്നത് തന്നെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. ദേ വോണ്ട് അവരങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കാൻ ശ്രമിക്കാറില്ല സാധാരണ. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്കും ദേ വാണ്ട് സം ഹെൽപ്പ്. അതാണ് അവരുടെ ബേസിക് ഉദ്ദേശം. അപ്പൊ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇഫ് ദേ ആർ ടെല്ലിങ് യു ദാറ്റ് ദേ ഹാവ് എ ലാക്ക് ഓഫ് അപ്രിസിയേഷൻ ഓർ അവർക്ക് ലാക്ക് ഓഫ് ഫാമിലി സപ്പോർട്ട് ഉണ്ട്, അവർക്ക് ആരുമില്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ അവർക്ക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾ പറയാണ് എനിക്ക് ആരുമില്ല, ഞാനിവിടെ ഗൾഫ് കൺട്രിയിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഗൾഫിലായതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണ്, ഫാമിലി ദൂരെയാണ്, അല്ലെങ്കിൽ ഈ ടൈം ഡിഫറൻസ് കാരണം എനിക്ക് എന്റെ അച്ഛനമ്മയെ വിളിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പലരും ഉണ്ട്, ഞാൻ എന്തിനാ അച്ഛനമ്മയെ വിളിച്ചാൽ എന്റെ പ്രോബ്ലംസ് കൂടി അവരെ അറിയിക്കണം, അവർ ഓൾറെഡി പ്രായമായിരിക്കണം, അവർക്ക് കുറെ ദേഹസ്വസ്ഥതകളുണ്ട്, വൈ ഷുഡ് ഐ ആഡ് മൈ ഓൺ പ്രോബ്ലംസ് ടു ദം. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ദെൻ വാട്ട് യു ക്യാൻ ഡു ആസ് എ ഫ്രണ്ട് ഇഫ് യു വാണ്ട് ടു ഹെൽപ്പ് ഇസ്, ഓക്കെ നിനക്ക് എന്നെ വിളിക്കാം, യു കോൾ മീ, യു ടോക്ക് ടു മീ ഡെയിലി, ഓർ യു ഫീൽ ഫ്രീ ടു വാട്സ്ആപ്പ് മീ. അങ്ങനത്തെ ഒരു സപ്പോർട്ട് പോലെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ വെരി ബിഗ് ഡിഫറൻസ്. ഞാൻ പറഞ്ഞ മാതിരി ഈ ഹെൽപ്പ് ലൈൻ ഹോട്ട് ലൈനിലൊക്കെ അത്രേ ചെയ്യുന്നുള്ളൂ. അവരൊരു എന്താ പറയുക, ഒരു സൗണ്ടിങ് ബോർഡ് എന്ന് പറയില്ല, നമ്മുടെ ഐഡിയാസ് നമുക്ക് പറയാനുള്ള ഒരു പഞ്ചിങ് ബാഗ് ആയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് മാറിയാൽ അത് അവർക്കൊരു ഔട്ട്ലെറ്റ് ആവും. അപ്പോൾ ബേസ്ഡ് ഓൺ വാട്ട് ദേ ആർ സെയിങ് നമ്മളൊരു സിറ്റുവേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ്, സിറ്റുവേഷൻ സ്പെസിഫിക്, അവർ പറയുന്നവരുടെ സ്ട്രെസർ എന്താണെന്നുള്ളത് അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ബി ബെറ്റർ. Okay, thank you, doctor. Okay. നമ്മൾ completely run out of time. Thank you very much, Vikas, and we are inviting Mr. Gafoor Kondoti. Thank you so much for the opportunity. I enjoyed it. നിങ്ങൾ എല്ലാവരെയും ഇന്ററാക്ട് ചെയ്ത കുറച്ച് സമയം I really enjoyed it. I really എന്താ പറയാ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. രാജേട്ടൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെന്നുള്ളത്. അപ്പൊ I expected these kind of questions. Anyway, it was very stimulating for me also. Once again, I thank Mr. Gafoor Kondoti will officially out of thanks, please. Gafoor, please. Yes. വളരെ പ്രസക്തമായ ഒരു വിഷയം, പ്രത്യേകിച്ചും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തു. ആ വിഷയം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല വിശദമായിട്ട് തന്നെ ഈ ഒരു വിഷയം നമുക്ക് പ്രസന്റ് ചെയ്ത് ഡോക്ടർ വികാസ് മേനോൻ, ഡോക്ടറോട് ഫ്രണ്ട്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഈ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് എല്ലാവരുടെ മെസ്സേജും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പൊ ഡോക്ടറോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫ്രണ്ട്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ ഡോക്ടറുടെ സപ്പോർട്ട് ആവശ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി നിർത്തുന്നു. നന്ദി. Of course. Thank you.